Hi, hello. Good evening. Good evening. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ, ക്യാമറയിൽ കാണുന്നില്ലല്ലോ. ഒരു ക്യാമറയിൽ വരും, കുറച്ച് പേരെങ്കിലും ക്യാമറയിൽ വരും. സൗദ മാം അവിടെ തിരക്കാണോ? ഷബാനത്ത്, ഷബാന, ഫസീലൊക്കെ തിരക്കാണോ? അഞ്ജന മാം ഒക്കെ തിരക്കാണോ? തിരക്കല്ല, ഞാൻ വരാം. വരൂ വരൂ വരൂ, എല്ലാരും വരൂ. മാക്സിമം ആളുകൾ വീഡിയോയിൽ തന്നെ വന്നിരിക്കും കേട്ടോ. നമ്മൾ നല്ലൊരു ടോപ്പിക്കുമായിട്ടല്ലേ ഇന്ന് വന്നിട്ടുള്ളത്, അല്ലേ? എന്തായിരുന്നു ടോപ്പിക്? ആരാ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാ, എന്തായിരുന്നു നമ്മുടെ ടോപ്പിക്? എന്താ? റസിയ മാം ഹായ്. മാനിഫെസ്റ്റേഷൻ അറിയേണ്ട കാര്യങ്ങൾ. മാനിഫെസ്റ്റേഷൻ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട്? എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാല്? മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ ചോദിക്കുന്നില്ല. ചിലപ്പോൾ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്ത, നിങ്ങൾ എപ്പോഴെങ്കിലും മാനിഫെസ്റ്റ് ചെയ്ത, ഇത് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു എന്നെനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അത് പോട്ടെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വൺ തിങ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? അൺമ്യൂട്ട് ചെയ്ത് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടും പറയാം. എനിക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വൺ തിങ്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് വൺ തിങ് എങ്കിലും ഒന്ന് പറയാമോ? ജസീന സംസാരിക്കുകയാണോ? പറഞ്ഞോളൂ. പറയാം. ആ, ഉംറ. ഓക്കെ, ഫസീലയ്ക്ക് ഉംറ. ഇനി വേറെ ആർക്കാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം? ഉമ്രക്കോണം. ജസീൻ ഉംറയ്ക്ക് പോകണം. ഇപ്പൊ എല്ലാവർക്കും ഉംറയ്ക്ക് പോകാനായിരിക്കും. പിന്നെ വേറെന്താണ്? ഓക്കെ, ഉംറയ്ക്ക് പോകണം, നല്ലൊരു ഇന്റൻഷൻ ആണ്. പിന്നെ വീട് 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 വേണം. വീട് വേണം. പിന്നെ ഇതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രാക്ടീസോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലെ? ഈ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മാനിഫെസ്റ്റേഷൻ നടക്കാൻ വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും പ്രാക്ടീസ് ഒക്കെ ചെയ്യും. അഫർമേഷൻ എഴുതലുണ്ട്. അഫർമേഷൻ എഴുതാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ വേറെ ആർക്കോ? ആറ്റിറ്റ്യൂഡ് പറയും. അജ്നക്ക് അജ്ന ദുബായിലാണോ ഉള്ളത്? അല്ല, ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉള്ളത്. ഇപ്പൊ ലീവില് വന്നാണോ, അല്ലെങ്കിൽ അവിടേക്ക് പോകാൻ? ദുബായ് ലൈസൻസ് എന്തായാലും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? കുവൈത്തിലായിരുന്നു ഉണ്ടായിരുന്നേ. ഉം കുവൈത്തിൽ നിന്ന് ഞാനിപ്പോ ഇവിടെ ഇപ്പൊ നാട്ടിലുള്ളേ. എന്നെ ഗ്രേറ്റ്. വേണ്ടോ? ഓക്കെ ഓക്കെ. ഫസീല ഹായ്. മാം, ഞാനിപ്പോ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് സാധിച്ച് കിട്ടി, അൽഹംദുലില്ലാ. റസിയ മാം ആണോ? അല്ല, ഷബാന. സോറി, ഷബാന ക്യാമറയിലുണ്ട്. എന്തായിരുന്നു ഷബാന മാം? ഞാനേ മോൾക്ക് അഡ്മിഷന്റെ കാര്യമായിരുന്നു. അത് കിട്ടണം. കിട്ടി. നമ്മൾ വിചാരിച്ചൊരു ഇതിൽ തന്നെ കിട്ടണം എന്ന് വിചാരിച്ചിരുന്നു. അൽഹംദുലില്ലാ കിട്ടി. കിട്ടി. അപ്പൊ അത് മാനിഫെസ്റ്റ് ചെയ്തു അല്ലേ? പലരും പറഞ്ഞു അത് കിട്ടൊന്നുമില്ല, അത് ആഗ്രഹിച്ചിരിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു പലരും പറഞ്ഞെങ്കിലും കൂടിയിട്ട് നമ്മള് ആ ഒരൊറ്റ മൈൻഡിൽ നിന്നു. ഒറ്റ മൈൻഡ്, അതാണ് ഒറ്റ മൈൻഡ് അല്ലെ? ഇപ്പൊ കുട്ടികളൊക്കെ, ന്യൂജൻ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ടേം ഒറ്റ മൈൻഡ്. ഞാൻ ഒറ്റ മൈൻഡിൽ അതങ്ങ് ചെയ്തു എന്നാ പറയാ. അതുപോലെ ഇപ്പൊ ഷബാനന്ദ മാം പറഞ്ഞത്, പിന്നെ ഷബാന മാം പറഞ്ഞത്, ഞാൻ ഒറ്റ മൈൻഡിൽ അതിലങ്ങ്, എത്ര ഒരുപാട് ആള് കിട്ടൂല ഇല്ല അതിലൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒറ്റ മൈൻഡിൽ അങ്ങ് നിന്നു, അത് കിട്ടി എന്നുള്ളത്. അപ്പൊ പലപ്പോഴും നമുക്ക് LBS വഴിയാണ്. അത് പല ഇതിനും അവരൊക്കെ വിളിച്ചു പറഞ്ഞു LBS കിട്ടുമൊന്നുമില്ല, നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് നോക്ക്, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നോക്കാം. ആ സമയത്തല്ലേ? യെസ്. എങ്ങനെ കിട്ടി, അൽഹംദുലില്ലാ. ഓക്കെ, നമുക്ക് പോയി വരാനൊക്കെ സൗകര്യമാണ്. ഗ്രേറ്റ് എക്സ്പീരിയൻസ്. സൗദ മാം ഹായ്. അപ്പോ നമ്മളെ മാനിഫെസ്റ്റേഷനിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ, ഈ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് എല്ലാവരും മാനിഫെസ്റ്റേഷൻ ചെയ്യണമെന്നുള്ള ഇന്റൻഷനോട് കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരാൾ പറഞ്ഞു അഫർമേഷൻ എഴുതാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ നമ്മുടെ വെബിനാറിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? പുതിയതായിട്ട് ഇതുവരെ ജോയിൻ ചെയ്യാണ്ട് പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ? പറയൂ. അമ്മായിണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇതാക്കി കേൾക്കണേ. ജസീന മാമിന്റെ ആരാണ് പുറകിലിരിക്കുന്ന ആളാണോ? അമ്മായി. അതെ അതെ അതെ. വാവ്, ഗ്രേറ്റ്. അമ്മായിനെയും കൂടി കൂട്ടി വന്നത്. അതുപോലെ അമ്മായിമാരൊക്കെ കൂട്ടി വരണങ്ങള്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ,
ഞാൻ എപ്പോഴും അവർക്ക് ഇങ്ങനെ EFT നെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അവർക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കുറെയൊക്കെ ശരിയായിട്ടുണ്ട്. അതാണ് ഞാൻ നമ്മുടെ പവർ. റസീന മാമിന്റെ ക്ലാസ് ഒന്ന് കേട്ടോക്കെ എന്ന് പറഞ്ഞു. വൗ, താങ്ക് യു ജസീന മാം. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. അങ്ങനെ പുതിയ ആളുകൾ എനിക്ക് തോന്നുന്നു വേറെയും കുറെ ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് വഴിയെ ഇങ്ങനെ പരിചയപ്പെട്ട്. ഫാത്തിമ പുതിയ ആളാണല്ലേ? എവിടെ നിന്നാണ് ഫാത്തിമ മാം? എടപ്പാളാണ്. എടപ്പാള് നമുക്കൊരു സുഹൃത്തുണ്ട്. മാഷാഅല്ലാ. പിന്നെ ഞാൻ ഇത് ഇതുപോലെ ഉംറക്ക് പോവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. ക്യാഷ് ഒക്കെ കൊടുത്തു. അവരെ ക്യാഷുമായി നമ്മളിലേക്ക് മുങ്ങി. ഉമ്മ ഉപ്പ മക്കളും കൂടെ പോവാനൊക്കെ കൂടി കൊടുത്തതായിരുന്നു. പിന്നീട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ. ഇപ്പൊ ആ ഒരു നിരാശയിലാണോ? നിരാശ ഉണ്ടോ? ഉണ്ടായിരുന്നു. പിന്നെ ഹിയറിംഗ് സോൺ അങ്ങനെ കാര്യങ്ങളൊക്കെ കയറിപ്പോ ആറ്റിറ്റ്യൂഡ് ഒക്കെ ആയിട്ട് അങ്ങനെ മാറ്റം വന്നു. കാരണം ഗോൾഡ് വീട്ടിൽ കൊടുത്തതായിരുന്നു. അപ്പൊ അത് നിരാശ എന്നുള്ള അവസ്ഥയിൽ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഒരു മൈൻഡ് സ്റ്റേറ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അതെ. ഓക്കെ. ഇനി മോന്റെ വിജയമാണ്. അതിനാണ് കാത്തിരിക്കും. മോനെ CA ഫൗണ്ടേഷൻ 3 തവണ എഴുതുന്ന കിട്ടിയിട്ടില്ല. ഇനി തിങ്കളാഴ്ച അതിന്റെ റിസൾട്ട് വരും. അതും കൂടെ ഒന്ന് പാസ്സായി കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് സെമ്മിന് 3ാമത്തെ തവണയാണ് എഴുതുന്നത് CA. ആ ഒരു ടെൻഷനിലാണ് ഇപ്പൊ. CA അല്ലേ? CA ഫസ്റ്റ് സെം ഫൗണ്ടേഷൻ തന്നെ കടന്നു കിട്ടിയിട്ടില്ല. അത് നിങ്ങള് 3ാമത്തെ തവണ. മകന്റെ കാര്യത്തിൽ നിങ്ങൾ ഉമ്മയാണ്. അപ്പൊ ഉമ്മയ്ക്ക് ആണ് ഏറ്റവും വലിയൊരു റോള്. മക്കളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ റോൾ എടുക്കാൻ പറ്റുന്ന ആൾ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആള് ഉമ്മ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ അതിൽ നല്ല ഫെയ്ത്തോട് കൂടി, ഇപ്പൊ ശബാനാമ പറഞ്ഞല്ലോ, ഒറ്റ മൈൻഡിൽ ആ ഒരൊറ്റ മൈൻഡിൽ നിങ്ങൾ ആ വിശ്വസിച്ച് ഇപ്പൊ ചെയ്യുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, അത് കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് പുതിയ ആളുകൾക്ക് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏഡിയൻ ടോക്സ് പാരന്റിങ് കോച്ചിങ് കഴിഞ്ഞു. അതിനു മുമ്പേ നമ്മുടെ റെറ്റോറി എഡ്യൂ ഹബിൽ ട്രെയിനറായിട്ട്, അതേപോലെ തന്നെ ഇമോഷണൽ വെൽനസ് കോച്ച്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, ഇതിലൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് റസീന. പിന്നെ റസീന സിദ്ദിഖ്, കാലിക്കറ്റ് ആണ് വീട്, പ്രൊഫഷണൽ ടീച്ചറും കൂടെയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വെബിനാറിന്റെ ടോപ്പിക്, നമുക്ക് ഈ സാറ്റർഡേ വെബിനാർ നിങ്ങൾക്ക് ടൈം ഡേ ഒക്കെ കൺവീനിയന്റ് ആണ്. ഒരു സാറ്റർഡേ വെബിനാർ ഒരു 30 മിനിറ്റ്സ് സാറ്റർഡേ വെബിനാർ എന്ന് പറഞ്ഞിങ്ങനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് വീക്കിലി. അപ്പൊ നിങ്ങൾക്ക് ഈ ടൈമും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? നിങ്ങൾക്ക് ഇപ്പൊ പുറത്തുള്ള ആളുകൾക്കും ഇവിടെയുള്ള ആളുകൾക്കൊക്കെ, നാട്ടിലുള്ള ആളുകൾ ഇപ്പൊ ദുബായിലുള്ളവരുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. ഇപ്പൊ ഇഷ നേരത്തെ ആണല്ലോ, അപ്പൊ ടൈം ഓക്കെ ആണ് അല്ലേ? ബാക്കിയുള്ളവർക്കൊക്കെ 8 മണി മുതൽ 8 മണിയല്ലേ? 8 മണി ഓക്കെ ആണ്. 8 മണി ഓക്കെ ആണ്. EFTന്റെ പ്രാക്ടീസ് വരുമല്ലോ. 8 മണി ഓക്കെ ആണ്. നമുക്ക് ഞാൻ വിചാരിക്കുന്ന ഒരുപാട് ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകാതെ വളരെ ക്രിസ്പ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒരു വീക്കിൽ ഇങ്ങനെ ചാർജ് ചെയ്ത് എങ്ങനെ? അസ്മിന പുതിയ ആളാണല്ലേ? താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ദ വീഡിയോ. താങ്ക് യു. കോഴിക്കോട് ജില്ല എന്ന് പറഞ്ഞപ്പോ പരിചയപ്പെട്ടത്. ഓക്കെ. എവിടുന്നാണ് ലിങ്ക് കിട്ടിയത്? എവിടുന്നാണ്? അത് ഒരു ഫീമെയിൽ മോട്ടിവേഷൻ എന്നുള്ള ഒരു ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റെക്കോർഡഡ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കെൻഡ്. അപ്പൊ ഈ സാറ്റർഡേ ഓക്കെ ആണോ നിങ്ങൾക്ക്? സാറ്റർഡേ എന്ന് പറയുന്ന ദിവസം വീക്കിലി വെബിനാർ കല്യാണം ഇല്ലെങ്കിലോ? ഓക്കെ. അപ്പൊ ഇതാണ് കല്യാണം ഇല്ലെങ്കിൽ ഞാൻ ആദ്യം ഒരു കാര്യം കൂടെ പറയാം. അപ്പൊ നമുക്കൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പല കാര്യത്തിലും ഈ മാനിഫെസ്റ്റേഷന്റെ കാര്യത്തിൽ മാത്രമല്ല, അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ചില സംഗതികൾ വരുമ്പോൾ ഇത് നടക്കൂല. ആദ്യമൊക്കെ ഞാൻ എന്ന് പറഞ്ഞാല് എനിക്ക് സത്യം പറഞ്ഞാൽ നാളെ ഒരു സെഷൻ ഉണ്ട്. ഇപ്പൊ അജിനമ്മ പറഞ്ഞ പോലെ ഒരു കല്യാണം പോലുള്ള ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഇന്ന് ആ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഞാനാണെങ്കിൽ, കുറച്ച് മുന്നേ ഉള്ള ഞാനാണെങ്കിൽ എന്ത് ചെയ്യൂല, ഇന്ന് ആ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഫംഗ്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞ് ടയേർഡ് ആയിരിക്കും, സെഷൻ ഒക്കെ എടുക്കാം, അത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം, ഇന്ന് സെഷൻ അങ്ങനെയുള്ള ഒരു ഡേ ഞാൻ സെഷൻ വെക്കൂല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എനിക്ക് നാളെ ഒരു പാരന്റിങ് സെഷൻ ഉണ്ട്, പിന്നെ മർക്കസിൽ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഡേറ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സെഷൻ, അങ്ങനെ ഒരു ഡേറ്റിന് ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിയുന്നവരെ വേറെ ഒരു പ്രോഗ്രാമിലേക്കും വരൂല. അപ്പൊ അതുണ്ടല്ലോ അതിന് പ്രിപ്പയർ ചെയ്യണല്ലോ, അത് പോയി ചെയ്യണല്ലോ എന്നൊരു മൈൻഡ്. അപ്പൊ അത് കുറെ മുമ്പുള്ള ഞാനാണെങ്കിൽ കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, നാളെ ഒരു സെഷൻ വരുന്നുണ്ട്. പിന്നെ മൺഡേ പിന്നെ സബ് ജില്ലാ തലത്തിൽ, ഇപ്പൊ സബ് ജില്ലാ കലാമേളൊക്കെ സബ് ജില്ലാ തലത്തിലൊക്കെ കലാമേളൊക്കെ നടക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ജഡ്ജ്മെന്റിന് പോകാനുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വരികയാണെങ്കിൽ ആ സീരീസ് ആയിട്ട് ഡെയിലി എന്നുള്ളതൊക്കെ ഞാൻ ഏറ്റെടുക്കൂലായിരുന്നു. അപ്പൊ നമ്മളിൽ എന്തോ ഒരു മാറ്റം വന്നപ്പോ മൈൻഡ് സെറ്റിലും മൈൻഡ് സ്റ്റേറ്റിലും മാറ്റം വന്നപ്പോഴാണ് നമുക്കത് എങ്ങനെ ഏറ്റെടുക്കാനുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറുന്നത്.
അപ്പൊ അത് ഏറ്റവും വലിയൊരു സംഗതിയാട്ടോ. ഇപ്പൊ മാനിഫെസ്റ്റേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടായാലും ഞാൻ പറയുന്ന ഒരു സംഗതി, ഇപ്പൊ ഷബിനാമാൻ തുടക്കത്തിൽ പറഞ്ഞ തന്നെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, മൈൻഡ് സെറ്റും ഉണ്ട്. മാനിഫെസ്റ്റേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പേ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വലിയൊരു കാര്യമാണ്. മൈൻഡ് സെറ്റും ഉണ്ട്, മൈൻഡ് സ്റ്റേറ്റും ഉണ്ട്, അല്ലേ? എന്താ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈൻഡ് സെറ്റിനെ കുറിച്ച് എന്താ പറയാ? ആർക്കെങ്കിലും അറിയാവോ? പറയാൻ പറ്റുമോ? മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാല് മൈൻഡ് മനസ്സിനെ സെറ്റ് നമ്മളെ ആ സാഹചര്യമായിട്ട് ഇണക്കി കൊണ്ടുവരുന്ന അതാണ്. എങ്ങനെ? മനസ്സിനെ ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടിച്ച് കൊണ്ടുവരുന്ന ആ സംഭവമാണ്. നിലവിലുള്ള സാഹചര്യവുമായിട്ട് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയല, അയാളുടെ നമ്മളുടെ മൈൻഡ് സെറ്റിന്റെ അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമല്ല, അയാളുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ അങ്ങനെയാന്ന് പറയാറുണ്ട് നമ്മൾ, ഒരു അല്ലേ? കാര്യം ഉറപ്പിച്ചിട്ട് നമ്മൾ ആ. കണ്ട് തീരുമാനിച്ച് ഉറപ്പിക്കുക. അതിൽ വേറെ നമ്മള് ശരിയെന്നുണ്ട് വിചാരിച്ചിട്ട് ഉം. കാര്യം ഉറപ്പിക്കുക. അതെ, നമുക്ക് ഓൾറെഡി നമുക്ക് അതിനെ കുറിച്ച് ഉണ്ടാവും, ഇതിങ്ങനെയൊക്കെയാണ്. ഓൾറെഡി നമുക്ക് ഉണ്ടാവും, ഇതിങ്ങനെ നടക്കുള്ളൂ, ഇതിങ്ങനെയാണ് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകും. ഇതിലിനി വേറൊന്നും നടക്കൂല, ഒന്നും നടക്കാൻ പോകുന്നില്ല. അതാണ് എന്റെ മൈൻഡ് സെറ്റ്. നമുക്ക് ആ ഒരു സംഗതിയോടുള്ള നമ്മുടെ ബിലീഫ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത സംഗതിയാണ്. ഒരു സെക്കൻഡ്, ഹാൻഡ് റൈസ് ഒന്ന്. ഓക്കെ. അതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത സംഗതിയാണ്. നമ്മൾ പിന്നെ എന്താ പറയാ, നമ്മൾ ഓൾറെഡി ഇല്ല, ഇത് നടക്കുമോ, ഇത് നടക്കൂലേ, അല്ലെങ്കിൽ എനിക്ക് കഴിയൂല, എനിക്കത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ആ രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ളതായാലും എനിക്ക് കഴിയും, ഞാനത് ചെയ്യും എന്നുള്ളതാണെങ്കിലും അതും ഒരു തരം മൈൻഡ് സെറ്റാണ്. മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി സെറ്റ് ആണ്, അതൊരു ലോങ് ടേം ആണ്. മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ആണ്. എന്നെ കുറിച്ചുള്ള സ്ഥിരമായിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, അല്ലെ എൻ്റെ ഒരു ബിലീഫാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതേസമയം മൈൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലോ, മൈൻഡ് സ്റ്റേറ്റ് ശരിക്കും മൈൻഡ് സ്റ്റേറ്റ് ആണ് നമ്മുടെ മാനിഫെസ്റ്റേഷനെ നിർണ്ണയിക്കുന്നത്, മൈൻഡ് സെറ്റിനേക്കാളും. എനിക്കത് നടക്കൂല എന്നുള്ളപ്പോഴും, നടക്കൂല എന്നുള്ള തോട്ട് ഉണ്ടെങ്കിലും, നമുക്ക് ഈച്ച് മൊമെന്റ്, ഓരോ മൊമെന്റിലും ഓരോ നിമിഷത്തിലും നമ്മൾ കീപ്പ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. ഇപ്പൊ എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണ്? യെസ്, കറണ്ട് മെന്റൽ അവയർനെസ് അല്ലെങ്കിൽ കറണ്ട് മെന്റൽ സ്റ്റേറ്റ് ആണ് ഓരോ മൊമെന്റിലും ഉള്ളത്. ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നുള്ളത് ഹാപ്പിനെസ് ആണോ, സാഡ് ആണോ, ഡിസപ്പോയിന്റഡ് ആണോ, അല്ലേ? അപ്പൊ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതാണ് നമ്മുടെ എനർജി ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ വൈബ്രേഷൻ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്. ആ മൈൻഡ് സെറ്റ് എന്നുള്ളതിനേക്കാളും നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അല്ലെ? പലരും പറയാറുണ്ട് നിങ്ങളോട്, നിങ്ങൾ ഹൈ എനർജിയിൽ ഇരിക്കണം, ഹൈ എനർജിയിൽ ഇരിക്കണം. ഹൈ എനർജിയിൽ ഇരിക്കാൻ അത് കൊണ്ടുപോയി പ്ലഗിൽ ചാർജ് ചെയ്തിട്ട് ഹൈ എനർജി ആക്കുകയാണോ? അല്ല, അത് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആക്സസ് ചെയ്യലാണ്. യെസ്, മൈൻഡിന്റെ ആ ഓരോ മൊമെന്റിലുള്ള നമ്മുടെ അവസ്ഥ തന്നെയാണ്. ഓക്കെ, അതാണ് എന്താ പറയാ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ മൈൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊന്ന് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ആഗ്രഹം ചോദിച്ചപ്പോൾ ഒരാൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തണമെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റേസ് അവർ മൈൻഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മൾ അതുകൊണ്ടല്ലേ നമ്മളിപ്പോ വലിയ പ്രാക്ടീസിലൊക്കെ നമ്മൾ റിക്കറന്റ് ആയിട്ട്, അത് ഞാൻ എൻ്റെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല പ്രാക്ടീസുകളും ചെയ്യും, പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടും പരാജയപ്പെടാന്ന് പറയുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന മൊമെന്റിൽ മാത്രം ഒരു പക്ഷേ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, പലരും പറയാൻ ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, ആ ഒരു അഫർമേഷൻ എഴുതുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത്, അല്ലേ, ആ സമയത്ത് നമുക്ക് നല്ലൊരു ഹൈ എനർജിയാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരാളെ കണ്ടു, അയാൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമന്റ് പറഞ്ഞു, കംപ്ലീറ്റ് പോയി, അല്ലേ? ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? യെസ് ഓർ നോ? ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? ആ മൈൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് നേരത്തെയുള്ള മൈൻഡ് സ്റ്റേറ്റിലെ സെറ്റിലേക്ക് പോവാറില്ലേ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അവിടെയാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അല്ലെ, നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് മാത്രമല്ല നമ്മളെ ഇതിലേക്ക് എത്തിക്കണമെന്ന് നമ്മുടെ ഇന്നറിലുള്ള ഒരാൾക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതിന് രണ്ടിന്റെ ഇടയിലായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട്. ഇപ്പൊ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന വാക്ക് എല്ലായിടത്തും കേൾക്കുന്ന, എല്ലാവരും പരക്കെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാ മാനിഫെസ്റ്റേഷൻ എന്നും അതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഇത് ഭയങ്കര മാജിക് ആന്ന് പറയാറുണ്ട്, മാജിക്കലി ഹാപ്പൻസ് എന്ന് പറയാറുണ്ട്, മിറക്കിൾ എന്നൊക്കെ പറയാറുണ്ട് നമ്മളല്ലേ. പക്ഷെ ഇതൊരു മിറക്കിൾ ഒന്നും അല്ല കേട്ടോ. ശരിക്കും മാനിഫെസ്റ്റേഷൻ ഇസ് നോട്ട് മാജിക്, ഇറ്റ് ഇസ് നോട്ട് മിറക്കിൾ, ഇറ്റ്സ് എ മാസ്റ്ററി. ഇതൊരു മാസ്റ്ററിയാ സത്യം പറഞ്ഞാല്. ആ മാസ്റ്ററി നേടിയവരാണ്, നമ്മൾ പറയാറുണ്ട് ലോകത്തിലെ ഇത്ര 96% ഓഫ് ദ വെൽത്തും
അല്ലെ? 96% കഴിഞ്ഞാൽ പിന്നെ 4% ഉള്ളൂ അല്ലെ? പക്ഷെ ഈ 96% ഓഫ് ദ വെൽത്തും ഉള്ളത് 4% ആളുകളുടെ കയ്യിലാണ്. ആ ബാക്കി 4% വെൽത്ത് ആണ് 96%ന്റെ കയ്യിലുള്ളത് എന്നുള്ളത്. അപ്പൊ ഞാനീ പറഞ്ഞ 4% ആളുകൾ മാസ്റ്റേഴ്സ് ആണ്. സുബൈറ, ഓക്കെ, മാനിഫെസ്റ്റേഷൻ. അപ്പൊ എന്താണ്? മാസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാസ്റ്ററി അല്ല, സോറി, മാജിക് അല്ല, മിറക്കിൾ അല്ല. ഇത് മാസ്റ്ററിയാണ്. എന്തിന്റെ മാസ്റ്ററിയാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മൈൻഡ് സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ എനർജിയിലുള്ള, നിങ്ങൾ ബിക്കം ദ മാസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് യുവർ മൈൻഡ്. നമ്മുടെ മൈൻഡിന്റെ മാസ്റ്റർ അല്ല ഒരിക്കലും ആവേണ്ടത്. അതും ഇപ്പോഴത്തെ കാലത്തുള്ള ഒരു നമുക്കൊരു അപകടം എന്ന് പറയാം. ലോ ഓഫ് അട്രാക്ഷന്റെ മാനിഫെസ്റ്റേഷന്റെ ഒക്കെ ഏറ്റവും വലിയൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ തോട്ട്, അല്ലെങ്കിൽ ഐ ആം ദ പറയാറുണ്ടല്ലോ, ഐ ആം ദ ക്രിയേറ്റർ ഓഫ് മൈ ഡെസ്റ്റിനി എന്നൊക്കെ പറയാറില്ലേ? അഫർമേഷൻസ് ഒക്കെ നമ്മൾ കേൾക്കാറില്ല. ഐ ആം ദ സുബൈറ മാം, ഹായ്. പിന്നെ ഐ ആം ദ ക്രിയേറ്റർ ഓഫ് മൈ ലൈഫ് എന്ന് പറയാറുണ്ട് ചില അഫർമേഷൻസ്. ഐ ആം ദ ക്രിയേറ്റർ ഓഫ് മൈ ഡെസ്റ്റിനി, എന്റെ വിധിയുടെ, അല്ലെ, എന്റെ ലൈഫിന്റെ കർത്താവ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഞാനാണെന്നൊക്കെ, എന്റെ വിധിയുടെ കർത്താവ് ഞാനാന്നൊക്കെ പറയാറുണ്ട് അഫർമേഷൻസിലൊക്കെ. പക്ഷെ അത് ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും വലിയൊരു ദുരന്താണ്. അത് ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും വലിയൊരു ദുരന്താണ്. അവിടെ നമ്മൾ മൈൻഡ് പവർ യൂസ് ചെയ്യാന്ന് പറയും. മൈൻഡ് പവർ യൂസ് ചെയ്തിട്ട് എന്തിനേയും അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നത്. അപ്പൊ മൈൻഡിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാനും യൂസ് ചെയ്യാറുണ്ടായിരുന്നു, മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്നൊക്കെ. പക്ഷെ അത് ഏറ്റവും വലിയൊരു, അത് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീക്കിലെ സെഷനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ടോപ്പിക്കിൽ നിങ്ങൾ ഉണ്ടാവൂലേ? ജോയിൻ ചെയ്യൂലേ? ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ആ ഒരു സെഷനിൽ പറയാം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ അതിനെ മാസ്റ്ററാക്കി വെക്കുന്ന സമയത്ത് ആ ഒരു എന്താ പറയാ അല്ലെ, ആ സമയത്ത് പക്ഷെ നമ്മുടെ എനർജി, സ്റ്റേറ്റ് ഓഫ് മൈൻഡിന്, അതേപോലെ തന്നെ നമ്മുടെ ഫോക്കസ്, ആ ഒരു ഇന്നർ ഫ്രീക്വൻസി, ഇതിനെയൊക്കെ നമ്മൾ മാസ്റ്റർ ആക്കുമ്പോഴാണെങ്കിൽ, മാസ്റ്റർ ആകുമ്പോഴാണ്, മൈൻഡിനെ മാസ്റ്റർ ആക്കുമ്പോഴല്ല, അതിനെ മാസ്റ്റർ നമ്മൾ ആകുമ്പോഴാണ് ശരിക്കും മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. അതായത് നമ്മൾ പറയാറുണ്ട്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ അതെങ്ങനെയാണ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മളതായി മാറുന്നു എന്നുള്ളതിനേക്കാളും, നമ്മൾ ചിന്തിക്കുക മാത്രമല്ല, നമ്മൾ എന്താണോ ഇന്നറിൽ അനുഭവിക്കുന്നത്, ആ അനുഭവത്തോടൊപ്പം നമ്മൾ എന്തൊക്കെയാണോ പറയുന്നത്, ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കുക. നമ്മൾ എന്തൊക്കെ പറയുന്നുണ്ട്, അതിനൊക്കെ ഒരു വൈബ്രേഷൻ ഉണ്ട് അല്ലേ? പിന്നെ തിങ്ക് ഇൻ ടേംസ് ഓഫ് എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ എന്നാ പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ തന്നെയാണ് നമ്മളുടെ അനുഭവങ്ങളെ ആകർഷിക്കുന്നത്. ഇപ്പൊ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നറിലുള്ള, അകത്തുള്ള വിഷൻസിനെ, ആഗ്രഹങ്ങളെ, ഞാനൊന്നൊരു ജസ്റ്റ് വായിക്കാൻ വേണ്ടി ഒരു ബുക്ക് എടുത്ത് ബ്രാൻഡ് റൈസിന്റെ ഗോഡ്സ് എന്ന് പറഞ്ഞ ബുക്കായിരുന്നു. അപ്പൊ റാൻഡം ആയിട്ട് ഞാനൊരു പേജ് ഓപ്പൺ ചെയ്തു. റാൻഡം ആയിട്ട് ഒരു പേജ് ഓപ്പൺ ചെയ്ത് അതിൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ, അപ്പൊ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള സ്റ്റെപ്പുകൾ ഒന്നായിട്ട് പറയും. നമുക്ക് ക്ലാരിറ്റി വേണം, നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത്, നമുക്കൊരു ആഗ്രഹം ഉള്ളിൽ വേണമെന്ന് പറയുന്നുണ്ട്. ആ ആഗ്രഹത്തെയാണ് നമ്മൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാന്നുള്ളത്. അപ്പൊ ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാരില്ല. നല്ല നിലയിൽ ജീവിക്കാനും സമ്പത്ത് നേടാനും, ഇപ്പൊ ഉംറയ്ക്ക് പോകണമെന്ന് പറഞ്ഞ പോലെ, മക്കളുടെ കാര്യം പറഞ്ഞ പോലെ, ഈ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യന്മാരും ഭൂമിയിലില്ല അല്ലേ? പക്ഷെ ആ ആഗ്രഹത്തെ പുറം ലോകത്ത് റിയാലിറ്റിയിൽ കൊണ്ടുവരുമ്പോഴാണ് എന്ത് നടക്കുക? മാനിഫെസ്റ്റേഷൻ നടക്കുക അല്ലേ? അത് ചിലപ്പോൾ തുടങ്ങുന്നത് ഒരു തോട്ടിലോ, ഒരു ഡ്രീമിലോ, ഒരു ഇതിലൊക്കെ ആയിരിക്കും. പക്ഷെ അതിനെ റിയാലിറ്റിയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് പറയാം മാനിഫെസ്റ്റേഷൻ നടന്നു എന്ന് പറയാം. അപ്പൊ അത് എന്തല്ല, ഒരിക്കലും അത് നടക്കുന്നതിന് മുമ്പിൽ ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ട് ഈ മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ. അപ്പൊ ഇത് പുതിയതായിട്ട് ഇപ്പോഴത്തെ കാലത്ത് ഉള്ള ഒരു ട്രെൻഡോ അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന ഒരു വിശുദ്ധമോ കാര്യങ്ങളോ ഒന്നുമല്ല മാനിഫെസ്റ്റേഷൻ. ഇത് കുറെ മുമ്പേ വേദങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ഹോളി ബുക്സിലും ഖുറാൻ പോലെയുള്ള ബുക്സിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ? നമ്മുടെ വിശ്വാസത്തെ കുറിച്ച്, നമ്മുടെ ഇന്റൻഷനെ കുറിച്ച്, നമ്മുടെ ട്രസ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഖുറാനിലാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ, ഐ ആം ആസ് മൈ സെർവന്റ് തിങ്സ് ഓഫ് മീ എന്നാ പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയാണോ എന്നെ കാണുന്നത് അതേപോലെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് എന്നാ. അപ്പൊ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ. ഏതൊരു കാര്യത്തെക്കുറിച്ചും നേരത്തെ ഞാൻ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐ ആം ദ ക്രിയേറ്റർ ഓഫ് മൈ ഡെസ്റ്റിനി എന്ന് പറയുന്നതിൽ ഒരിക്കലും ഞാൻ ക്രിയേറ്റർ അല്ല.
വളരെ അപകടം പിടിച്ച ഒരു സംഭവമാണ്. ഐ ആം ദ ക്രിയേഷൻ, ജസ്റ്റ് ക്രിയേഷൻ. ഞാനൊരു ക്രിയേഷൻ മാത്ര അല്ലെ, ഞാനൊരു ക്രിയേഷൻ മാത്രമാണ്, ഞാൻ ഒരിക്കലും ഒരു ക്രിയേറ്റർ അല്ല. എന്റെ വിധിയുടെ കർത്താവ് ഞാനാണ്. എന്റെ ജീവിതം സൃഷ്ടിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് അല്ലെ. ഐ ആം ദ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് എന്റെ ഉള്ളിൽ നിറയുന്ന ഒരു സംഗതി ഉണ്ട്, ഒരു സാധനം ഉണ്ട്. ഐ ആം ദ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു ഈഗോ സെൽഫ് നമ്മളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എനിക്കതിന് കഴിയും, ഞാൻ അതിന് കഴിയും എന്ന് പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി നെഗേഷൻ ഓഫ് ദാറ്റ്, എന്താണ്, ആ ഒരു ഡിവൈൻ റെലത്തിനെ തന്നെ, ഡിവൈൻ ആ ഒരു ഇതുണ്ടല്ലോ, അതിനെ തന്നെ നമ്മൾ നെഗേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഞാനാണ് എന്ന് പറയാം. എന്റെ ക്രിയേഷൻ, എനിക്ക് അതിനുള്ള കഴിവുണ്ട്, എന്റെ മൈൻഡിന് അതിനുള്ള പവർ ഉണ്ട് എന്ന് പറയുമ്പോൾ അല്ലേ. ഈ മോഡേൺ എന്താ പറയാ, മൈൻഡ് പവർ തിയറീസ് ഒക്കെ പറയുന്ന ഒരു അപകടമാണ്. ഞാൻ ക്രിയേറ്റർ അല്ല, ഐ എം ജസ്റ്റ് എ ക്രിയേഷൻ, ഞാൻ ക്രിയേഷൻ മാത്ര, ഐ എം എ സീക്കർ. അത് കറക്റ്റാ അല്ലേ? ഐ ആം എ സീക്കർ, ഞാനൊരു സീക്കർ മാത്ര, ഞാനൊരു അന്വേഷകനാണ് അല്ലേ, ഞാനൊരു സീക്കറാണ്. അപ്പൊ ഞാനൊരു സീക്കർ ആകുമ്പോ മാത്രമേ ഞാൻ എന്താണോ സീക്ക് ചെയ്യുന്നത് അതെന്നെ എൻ്റെ അടുത്തേക്ക് വരുള്ളൂ. അതേസമയം ഞാൻ ക്രിയേറ്റർ ആണെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ വേറൊരാൾക്ക് അതിൽ റോൾ എടുക്കാൻ കഴിയൂല. വേറൊരാൾക്ക് വന്നിട്ട് അതിൽ റോൾ എടുക്കാൻ കഴിയില്ല. കാരണം ഞാൻ എല്ലാത്തിനും മുകളിലായിട്ട് ഞാൻ എന്ന് പറയുന്ന എൻ്റെ ഈഗോ സെൽഫിനെ ഞാൻ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഞാനാണ് എല്ലാം, എനിക്ക് ആം ദ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിന് അല്ലെ, മൈൻഡ് പവർ എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിന് അതിനുള്ള പവർ ഉണ്ട് എന്ന വിശ്വാസത്തിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എന്നാ പിന്നെ ഞാൻ ഒന്ന് ഉണ്ടാക്കി കാണിക്കട്ടെ അല്ലെ. അപ്പൊ ഞാൻ ഉണ്ടാക്കി കാണിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ 2 രീതിയിൽ വർക്ക് ചെയ്യും കേട്ടോ. അതിന്റെ ഡീപ്പ് ലെവലിലേക്ക് പോകുമ്പോൾ 2 രീതിയിൽ എന്ന് പറയുമ്പോൾ ലോ ഓഫ് അട്രാക്ഷന്റെ സംഗതി നമുക്ക് എന്താ പറയാ, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാണാം. കുറച്ചൊരു സ്പിരിച്വൽ ലെവലിലേക്കാണ്. അപ്പൊ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു മാനിഫെസ്റ്റേഷന്റെ ഇതൊന്ന് പോയിപ്പോ, അപ്പൊ നമ്മൾ അതിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പൊ മോഡേൺ മാനിഫെസ്റ്റേഷനിൽ പറയുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, ക്വാണ്ടം ഫിസിക്സിലൊക്കെ പറയുന്ന, അതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ പറയുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, ഞാനാണ് എല്ലാം, ആ ഒരു സംഗതിയെ തന്നെ നമ്മൾ ആദ്യം മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്നും, നമ്മൾ ഓരോ തവണ അഫർമേഷൻ എഴുതുമ്പോഴും നമ്മൾ ആ അഫർമേഷൻസിൽ വിശ്വസിക്കുമ്പോഴും, പക്ഷെ അതൊരു മൈൻഡ് റീപ്രോഗ്രാമിന്റെ ഭാഗമാണ് നമ്മൾ പറയും. അപ്പൊ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഉള്ളതാണോ ഇല്ലതാണോ എന്നുള്ള നമ്മൾ നെക്സ്റ്റ് സെഷനിൽ പറയും. പക്ഷെ അവിടെ അങ്ങനെ ആണെങ്കിൽ കൂടി നമ്മൾ ഇത് എഴുതുന്ന സമയത്ത്, പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസവും നമ്മളുടെ സറണ്ടറൻസ് ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൽ നമുക്ക് അപ്പോഴും നമുക്ക് ഇത് എനിക്ക് കഴിയുമെന്ന് പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു ഇന്നർ ടോക്ക് വരുന്നുണ്ട്. ഉള്ളിൽ നിന്ന് ആരോ ഒന്ന് സംസാരിക്കുന്നുണ്ട് നമ്മളോട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉള്ളിൽ നിന്ന് എത്രത്തോളം എനിക്ക് കഴിയുമെന്ന് പറഞ്ഞാലും ഇത് കഴിയാനോ നിനക്കോ നോ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുക. ഇപ്പൊ തന്നെ അജന മാമിന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, ദുബായ് ലൈസൻസ് ഡ്രൈവിംഗ്, അതൊരു ആഗ്രഹമാണ് അല്ലേ. അതിനൊരു പക്ഷെ അഫർമേഷൻസ് കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ടാവും എങ്കിൽ കൂടി, പക്ഷെ ഇത് ഉള്ളിലൊരു ഡൗട്ട് ഉണ്ടോ? ഉള്ളിലൊരു ഡൗട്ട് ഉണ്ടോ? സംശയം ഉണ്ടോ അജന മാം, ഇത് കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരും. ചില സമയത്ത് വരും. ഉറച്ച വിശ്വാസത്തിലേക്ക് പോവാൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ വി ആർ നോട്ട് സറണ്ടേർഡ്. നമ്മൾ സറണ്ടേർഡ് അല്ല അല്ലെ. ചെറിയ പേടി അത് തന്നെയാണ് പറഞ്ഞത്. ചെറിയൊരു സംശയം, ചെറിയൊരു പേടി. ഇത് പേടി നമുക്ക് വേണം, പക്ഷെ ഇത് പേടിയല്ല, നമുക്ക് സംശയമാണ്, ഡൗട്ട്ഫുൾ ആണ് നമ്മളെ കുറിച്ച്. നമുക്ക് ഈ പേടി എവിടുന്ന് വന്നു എന്ന് ചോദിച്ചു, നമ്മൾ എത്രത്തോളം തവക്കൽത്തു അല്ലെന്നാന്ന് പറഞ്ഞാലും തവക്കൽ എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഇതെന്താണെന്നറിയോ, ബ്രെയിനിന്റെ പണി എന്താന്ന് ചോദിച്ചാൽ ബ്രെയിൻ എപ്പോഴും റെഫറൻസ് എടുക്കും. ഒരു സംഗതി നമ്മൾ ചെയ്യുമ്പോൾ, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഒരു കാര്യം നേടിയെടുക്കാൻ നമ്മൾ നോക്കുന്ന സമയത്ത്, ഒരു എഫേർട്ട് എടുക്കുന്ന സമയത്ത്, ഒരു ആഗ്രഹം നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന സമയത്ത് ആ മൈൻഡ്
അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ബ്രെയിൻ ഓൾറെഡി ഉള്ള സംഗതി ഒരു റെഫറൻസ് എടുക്കും. ഈ ഒരു സംഗതി ഇവന്റെ ബിലീഫ് സിസ്റ്റത്തിൽ ഉണ്ടോ ഇല്ലേ? അത് ഇല്ലെങ്കിൽ ഒരിക്കലും ആ ഒരു സംഗതിയെ, പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് പാറ്റേൺസ്, ഒരുപാട് വിശ്വാസങ്ങൾ ഒരു ഫിൽട്ടർ ആയിട്ട് നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫിൽട്ടർ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഫിൽട്ടറിലേക്കാണ് നമ്മൾ ഐ ക്യാൻ എന്ന് പറയുന്ന ഒരു സംഗതി കൊടുക്കുമ്പോഴും ഉള്ളിൽ നിന്നൊരാള് യു കാണ്ട്, അല്ലെങ്കിൽ ഐ കാണ്ട്, എനിക്ക് കഴിയൂല എന്നുള്ളൊരു, നമ്മൾ ഐ ക്യാൻ എന്ന് പറയുന്നതിന്റെ എന്താ പറയാ, എക്കോ ആയിട്ട് വരുന്നത് ഐ കാണ്ട് എന്നുള്ളതായിരിക്കും അല്ലേ? അപ്പൊ ഈ സംഗതിയിൽ മാറ്റം വരുത്താണ്ട്, ആ റിഫ്ലക്ഷൻ വരുന്ന സംഗതിയിൽ മാറ്റം വരുത്താണ്ട് എല്ലാ കാര്യത്തിലും ഒന്നും ഉണ്ടാവില്ല. അത് നമ്മൾ എല്ലാ കാര്യത്തിലും ആ പാറ്റേണോ അല്ലെങ്കിൽ റെഫറൻസോ ഉണ്ടാവില്ല. പിന്നെ കുറെ കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ ഓരോ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളും പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന ചിലതൊക്കെ ഫിക്സ് ആയി പോയിട്ടുണ്ടാവും. ഒരുപാട് സംഗതികൾ ഫിക്സ് ആയി പോയിട്ടുണ്ടാവും. എന്നാലും ചില സംഗതികളിൽ എൻ്റെ ഒരു ക്ലയന്റിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, എന്തൊക്കെ ചെയ്തിട്ടും ഈ ഒരു സംഗതി അസുഖം വരുമോ എന്നുള്ളൊരു പേടി, എനിക്ക് എന്തോ അസുഖം വരുമോ എന്നുള്ളൊരു പേടി, ആ ഒരു ഭയം അങ്ങോട്ട് മാറുന്നില്ല. അപ്പൊ ഇത് വരാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ, ഒരു പാറ്റേൺ എവിടെയോ നമ്മുടെ ഉള്ളിൽ കയറി കിടപ്പുണ്ട്. അപ്പൊ അതിന് ഈക്വൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, ഇപ്പൊ അസുഖമുള്ള ആളെ കാണുമ്പോഴോ ഒരാൾ മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോഴോ നമുക്ക് പെട്ടെന്ന് ഇത് കണക്ഷൻ നടക്കും. ഞാൻ പറഞ്ഞല്ലോ, റെഫറൻസ് കൊടുക്കും. ആ കണക്ഷൻ നടന്നിട്ട് അതുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ നോക്കിയിട്ട്, ഇങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷനും അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റേഷനും ഒക്കെ നടക്കുന്നത്. അപ്പൊ ഓൾറെഡി എന്താണോ അവിടെ ഉള്ളത്, ഉള്ളിൽ എന്താണോ ഓൾറെഡി ഉള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാല് ഇന്നർ വേൾഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുടെ എന്താണ്, അതിന്റെ മാനിഫെസ്റ്റേഷൻ, അല്ലെങ്കിൽ അത് റിയാലിറ്റിയിൽ വരുന്നതാണ് മാനിഫെസ്റ്റേഷൻ. അപ്പൊ ഇന്നർ വേൾഡില് എപ്പോഴും ഒരു ഭയമുണ്ട്, ഒരു പേടിയുണ്ട്. എന്ത്? ഇത് അസുഖം വരും എന്നാണെങ്കിൽ ഔട്ടർ വേൾഡിൽ എന്താ ഉണ്ടാകുക? അത് അസുഖമായിട്ട് വന്ന് റിഫ്ലക്ട് ചെയ്യുക അല്ലെ? അവിടെയാണ് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. പക്ഷെ അവിടെ നമുക്ക് എന്തില്ല? നമുക്ക് ഫെയ്ത്ത് അല്ലെങ്കിൽ നമ്മുടെ സെറണ്ടറൻസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സൃഷ്ടാവിനെ, ക്രിയേറ്ററിനെ കാണുന്നത് അല്ലെ, എനിക്ക് അസുഖം അല്ലെങ്കിൽ എന്താ പറയാ, എന്റെ വിശ്വാസത്തെ മാറ്റിത്തരാനുള്ള അല്ലെങ്കിൽ എന്നെ നല്ല വിശ്വാസത്തിലേക്ക് നയിക്കേണ്ട ഒരാളായിട്ട് നമ്മൾ കാണുന്നില്ല. അവിടെ നമ്മളാണ് റോൾ എടുക്കുന്നത്. അഫർമേഷൻസിലൂടെ അല്ലെങ്കിൽ എന്താ പറയാ, ഈ കാര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മൾ റോൾ എടുക്കുക അല്ലെ? ഇങ്ങനത്തെ പ്രാക്ടീസ് നമ്മൾ ചെയ്യുമ്പോൾ ഇതിലൂടെ എനിക്ക് അല്ലെ, ഇത് ചെയ്യുമ്പോൾ എന്റെ മനസ്സിനെ ഞാൻ റീപ്രോഗ്രാം ചെയ്യാണ്, മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാണ്. ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ എന്റെ സബ് കോൺഷ്യസിലേക്ക് പോകുന്ന കേസുകൾ ഉണ്ട് കേട്ടോ. പോകൂല എന്ന് ഞാൻ പറയുന്നില്ല. LKG പോയി കഴിഞ്ഞാലും സർട്ടിഫിക്കറ്റ് കിട്ടും. LKG പാസ്സായി UKG പാസ്സായി കഴിഞ്ഞാലും സർട്ടിഫിക്കറ്റ് കിട്ടും. നമ്മൾ PhD എടുത്താലും സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ രണ്ടിനും വ്യത്യാസമല്ലേ? ഇല്ലേ? ഇതേപോലെയാണ് നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ആ ഒരു ഫെയ്റ്റിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടും. പക്ഷേ പലരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്താലും ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ടാവൂല? ഒരു സമാധാനം ഉണ്ടാവൂല. ഒരുപാട് റിസൾട്ടുകൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അച്ചീവ്മെന്റ് നേടിയെടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തില്ല? ഉള്ളിന്റെ ഉള്ളിൽ സമാധാനമില്ല. എന്റെ മക്കൾക്കാണെങ്കിൽ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ സമാധാനമില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെ നമ്മൾ മൈൻഡിന്റെ കാര്യമാണ് സെറ്റ് ആക്കുന്നത്, മൈൻഡിനെയാണ് മാസ്റ്റർ ആക്കുന്നത്, മൈൻഡിനാണ് പവർ ഉള്ളത് എന്ന് പറയുമ്പോൾ, മൈൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് വെറും നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഫങ്ഷനിങ് പാർട്ട് മാത്രം. അതിനപ്പുറത്തേക്ക് മൈൻഡിന് ഒരു റോളും ഇല്ല. ഞാൻ അടുത്ത ആഴ്ച എടുക്കാന്ന് പറയുന്നതിലേക്ക് ജസ്റ്റ് ഞാനൊന്ന് കിടക്കുകയാണ്. അതായത് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. നമ്മള് ഒരു മിറർ അല്ലെ, ഒരു കണ്ണാടിയിൽ ഞാൻ നോക്കുന്നു. നിങ്ങളിപ്പം ഇത് ക്യാമറയിൽ നോക്കുന്ന നിങ്ങളെ കാണുന്നില്ലേ? അതേപോലെ ഞാനിപ്പോ കണ്ണാടിയിൽ നോക്കുന്ന എന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന എന്നെ കാണുമ്പോൾ എനിക്ക് തോന്നാണ്, ഒരു ഭംഗിയില്ലല്ലോ, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് തോന്നുമ്പോ, അല്ലെ ഇവിടെ ഒരു പൊടി ഉണ്ടല്ലോ, അല്ലെ ഇവിടെ എന്തൊരു മറുകുണ്ടല്ലോ, ഒരു മാർക്ക് ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നുമ്പോ അല്ലെ, ഞാൻ റിഫ്ലക്ഷനിലാണ് കാണുന്നത് അല്ലെ? ഈ റിഫ്ലക്ഷനിൽ ഞാൻ കാണുന്ന സമയത്ത് ഞാൻ ആ കണ്ണാടി പോയി തുടയ്ക്കുക, മറുക് നോക്കാം. ആ മറുക് പോകാൻ വേണ്ടി ആ കണ്ണാടിയിൽ തുടച്ചു കഴിഞ്ഞാല് അത് പോവോ? ആ
കണ്ണാടിയുടെ മേലെയുള്ള പൊടിയാണെങ്കിൽ പോവില്ലേ, പക്ഷെ ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് ഞാൻ കണ്ണാടിയിൽ കാണുന്നതെങ്കിൽ നമുക്കത് കണ്ണാടി തുടച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? പോക്കാൻ പറ്റുമോ? ഇല്ല. ഒരിക്കലും പറ്റൂല അല്ലെ. അപ്പോ അവിടെ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ തുടച്ചത് ക്ലിയർ ചെയ്താലേ എന്റെ റിഫ്ലക്ഷനിൽ മാറ്റം വരും. അപ്പൊ അതേപോലെയാണ് നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ, നമ്മൾ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ രീതിയിൽ മൈൻഡിനെ മാറ്റിയെടുക്കുന്ന സമയത്ത് എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷനിങ് പാർട്ടായ മൈൻഡിനെ ഞാൻ റീപ്രോഗ്രാം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കണ്ണാടി തുടയ്ക്കുന്നതിന് തുല്യാണ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്നത്. ഈ ഉള്ളിലുള്ള ഇല്ലേ നമ്മുടെ ഈ ഒരു ഫങ്ഷനിങ് പാർട്ട് ഇവിടുന്ന് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ഈ പൊട്ടൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് കണ്ണാടി തുടയ്ക്കുക, നമ്മൾ കണ്ണാടി തുടയ്ക്കാം. ഒരിക്കലും നമ്മളെ കണ്ണാടി തുടയ്ക്കുന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ സോഴ്സ് എവിടെയാണ്, ഇതിന്റെ ആക്ച്വൽ കറ കിടക്കുന്നത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. അതിന്റെ പ്രോഗ്രാം എവിടെയാ കിടക്കുന്നത് എന്നുള്ളത്. അത് പലപ്പോഴും ഈ പ്രോഗ്രാം എവിടുന്നാ കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ എങ്ങനെ ഈ പ്രോഗ്രാം കിട്ടുന്നത്? നമ്മൾ ജനിച്ച ഉടനെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ടാണോ വരുന്നത്? വിശ്വാസത്തെയാണോ റീപ്രോഗ്രാം ചെയ്യേണ്ടതല്ല, വിശ്വാസത്തെയുമല്ല, മൈൻഡിനെയുമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ വിശ്വാസവുമായിട്ട് വന്നവരാണോ നമ്മൾ? അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ, ഈ ഒരു മൈൻഡുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കും എന്നുള്ള വിശ്വാസമായിട്ട് വന്നവരാണോ നമ്മൾ ഭൂമിയിലേക്ക്? ആണോ? യെസ് ഓർ നോ? അല്ല. നമ്മൾ വന്നപ്പോ നമുക്ക് ഒരു വിശ്വാസവും ഇല്ല, ഒരു സംഗതിയില്ല, ഒന്നും നമുക്കറിയില്ല. ഒന്നും അറിയാണ്ട് വന്നവരാ നമ്മള് അല്ലേ? ആ ഒന്നും അറിയാണ്ട് വന്ന നമ്മള് അല്ലെ, ഒന്നും അറിയാണ്ട് വന്ന നമ്മള് ഇന്നത്തെ നമ്മൾ ആയതല്ല, ഇന്നത്തെ നമ്മൾ ആക്കിയതാണ് അല്ലേ? നമ്മൾ സ്പോഞ്ചില്ലേ, സ്പോഞ്ചിന് എന്ത് പ്രത്യേകത അല്ലേ? സ്പോഞ്ചിന് എന്ത് പ്രത്യേകത ഉള്ളത്? വെള്ളം നനഞ്ഞ അത് വെച്ചിരിക്കുന്ന പ്രതലത്തിൽ എന്ത് വെള്ളാണോ ഉള്ളത്, നല്ല വെള്ളാണെങ്കിൽ അത്, ചീത്ത വെള്ളാണെങ്കിൽ അത്, മലിന വെള്ളാണെങ്കിൽ അത്, എന്തും അതിങ്ങനെ വലിച്ചെടുക്കും. എന്തും കംപ്ലീറ്റ്ലി ഇങ്ങനെ വലിച്ചെടുക്കും. ഇതേപോലെ ആയിരുന്നു നമ്മൾ ജനിക്കുന്ന സമയത്ത്. നമ്മൾ അത്രയും പ്യുവർ ആയിരുന്നു. ഒന്നുമില്ലാത്തൊരു സംഗതിയിൽ ഉള്ള നമ്മള് സറൗണ്ടിങ്സിൽ ഉള്ളതിനെ വലിച്ചെടുത്തിട്ട് അത് ഉള്ളിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. പിന്നീട് ആ സ്പോഞ്ച് ഞെക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ആ സ്പോഞ്ച് പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ എന്തായാലും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക? വെള്ളം. അതിന്റെ ഉള്ളിലേക്ക് കേറിയ വെള്ളം എന്താണോ അതാണ് പുറത്തേക്ക് വരിക അല്ലേ? പിന്നെ ഇത് കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഉണ്ടാവും എന്നുള്ളത് സ്പോഞ്ചിന്റെ കേസ് വേറെയാണ്, അതുപോലെയല്ല. പക്ഷെ നമ്മുടെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മുടെ ബ്രെയിനിൽ കയറി കിടക്കുന്ന പാറ്റേൺ എന്താണോ ആ പാറ്റേൺ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രോഗ്രാം എനിക്ക് ഒരു ഡേറ്റിന് പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിയുന്നവരെ ഞാൻ ഒരു സംഗതി ഏറ്റെടുക്കൂല എന്നുള്ളത്. കാരണം ആ ഒരു റിസ്ക് എടുക്കുക അല്ലെങ്കിൽ എന്താ പറയാ, ആ ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് മാറുക എന്നുള്ളത് എൻ്റെ ഇതിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിലൊരു മാറ്റം വരുത്തിയപ്പോഴായിരിക്കും എനിക്ക് അതിലൊരു കോൺഫിഡൻസ് കിട്ടിയത്. അപ്പൊ ഈ പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പാറ്റേൺ, എൻ്റെ ബ്രെയിൻ ഉള്ളിൽ കിടക്കുന്ന പാറ്റേൺ എന്താണോ അത് മാറ്റാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഞാൻ എൻ്റെ റിഫ്ലക്ഷനിൽ പോയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് കാര്യമല്ല. അപ്പൊ ഇത് പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ളത് സറൗണ്ടിങ്സിൽ നിന്നാണ്. ആ സറൗണ്ടിങ്സിലുള്ള സംഗതിയാണ് നമുക്ക് ഇപ്പോൾ പാരന്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പാരന്റിംഗ് അല്ലെ, പാരന്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് പാരന്റിംഗ് അല്ലെങ്കിൽ പാരന്റ്സ് എന്ന് മാത്രമല്ല, എന്തും നമ്മളൊരു കാര്യം പഠിച്ചത് കുട്ടിക്കാലത്ത് പഠിച്ച നമ്മുടെ ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ ആ ഫ്രണ്ടിന് അവിടെ ഒരു പാരന്റൽ റോൾ ഉണ്ട്. പ്രകൃതിയിൽ നിന്നാണെങ്കിൽ പ്രകൃതിക്ക് ഒരു പാരന്റൽ റോൾ ഉണ്ട്. എന്തിനൊരു പാരന്റൽ റോൾ? അതുകൊണ്ട് പാരന്റ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ ഡയറക്റ്റ് ബയോളജിക്കൽ പാരന്റ്സും അല്ല. അപ്പൊ അത് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഒന്ന് അല്ലേ? അത് നമ്മൾ ക്ലിയർ ചെയ്യുമ്പോഴാണ്, അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് മാനിഫെസ്റ്റേഷൻ നടക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള ഒരു മൈൻഡ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമ്മൾ അതിനാണ് ഇപ്പൊ പല പ്രാക്ടീസുകളിൽ നമ്മൾ മെഡിറ്റേഷൻസിലും അല്ലെ, ഹാപ്പിനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന പോലെ, അതേപോലെ തന്നെ സ്മൈലിംഗ് തെറാപ്പി ഒക്കെ അല്ലേ. ഈ സ്മൈലിംഗ് തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? സ്മൈലിംഗ് തെറാപ്പി എന്ന് പറഞ്ഞാൽ സ്മൈൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു മെന്റൽ സ്റ്റേറ്റ് ഉണ്ട്, ഒരു ഹാപ്പിനെസ്. ആ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന സംഗതി എപ്പോഴും നമ്മൾ നിലനിർത്തുക എന്നുള്ളൊരു അതാണ് മൈൻഡ് സ്റ്റേറ്റ്. ആ മൈൻഡ് സ്റ്റേറ്റ് ഇല്ലാത്തിടത്തോളം നമ്മൾ മാനിഫെസ്റ്റേഷൻ ഏറ്റവും വലിയൊരു സീക്രട്ട് എന്ന് പറയുന്നത് മൈൻഡ് സ്റ്റേറ്റാ.
മൈൻഡ് സെറ്റ് നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ആ മൈൻഡ് സ്റ്റേറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എപ്പോഴും ഡിസപ്പോയിന്റഡ് ആയിട്ട്, എപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, എപ്പോഴും നെഗറ്റീവ് ആയിട്ട്, എപ്പോഴും സങ്കടമായിട്ട്, അല്ലെങ്കിൽ എപ്പോഴും പരാതിയായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് അയാളുടെ ഒരിക്കലും ഹൈ എനർജിയിൽ നിൽക്കാൻ അയാൾക്ക് കഴിയില്ല. അവിടേക്ക് ഒരിക്കലും മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി കടന്നു വരില്ല. ഒന്ന്. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ എപ്പോഴും ഐ ആം ദ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ, ഐ ക്യാൻ എന്ന് പറയുന്ന സമയത്ത്, ആ ഐ ക്യാൻ എന്ന് പറയുമ്പോൾ പോലും അല്ലേ, ആ ഐ ക്യാൻ എന്ന് പറയുമ്പോൾ പോലും എനിക്ക് കഴിയും എന്ന് പലപ്പോഴും നമ്മൾ ഐ ഐ ഐ എന്ന് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ അഫർമേഷൻ, ഐ എം പവർഫുൾ, ഐ ആം കോൺഫിഡൻറ്റ് അല്ലേ. ഇത് പറയണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇത് പറയുമ്പോഴും അതിന്റെ പിന്നിൽ ഞാൻ അല്ല, ഈ കോൺഫിഡന്റ് എന്ന് പറയുന്ന ഞാൻ, പവർഫുൾ എന്ന് പറയുന്ന ഞാൻ, നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഈ പവർഫുൾ എന്ന് പറയുന്ന എനിക്ക് ജസ്റ്റ് എന്താ പറയാ, ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, ചെറിയ എന്തെങ്കിലും ഒരു ഇഷ്യൂ, എന്റെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അല്ലേ, ഈ കൈക്ക് ഭയങ്കര ശക്തമായ ഒരു വേദന വരികയാണ്, അല്ലെങ്കിൽ ഒരു കാലിന് ശക്തമായ ഒരു വേദന വരികയാണ്, അല്ലെങ്കിൽ ഒരു മുറിവ് പറ്റുകയാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? നമ്മൾ പറയാറുണ്ട്, വലിയ വർത്താനൊന്നും പറയണ്ട, ഒരു കാല് വെച്ച് കുത്താനേ ഉള്ളൂ എന്ന് അറിയൂ അല്ലെ. ഒരു കാല് വെച്ച് കുത്തി കഴിഞ്ഞാൽ ഈ കാണുന്ന പവർ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പൊ ഈ ഐ ക്യാൻ എന്ന് പറയുന്ന ഞാന്, എന്റെ കാലിൽ എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാല്, അല്ല എന്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ, അപ്പോഴും ഈ ഐ എന്ന് പറയുന്ന ഞാനില്ലേ, ഞാൻ എവിടെ പോയി? ഇല്ലേ? അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഐ ക്യാൻ എന്ന് പറയാൻ കഴിയുന്നില്ല? കാരണം അവിടെ റോൾ എടുക്കുന്നത്, എല്ലാം ആണെന്ന് വിചാരിക്കുന്നത് ഞാനാണ്. ഈ കാണുന്ന ഞാനെന്ന് പറയുന്ന, നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന നമ്മുടെ ബോധതലം അല്ലേ, ആ ഒരു കോൺഷ്യസ് സ്റ്റേജിലാണ്. അപ്പൊ ആ ഒരു ഈഗോയാണ് എനിക്ക് കഴിയും, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യും, ഞാൻ നേടിയെടുക്കും അല്ലെ, ഞാൻ അത് അട്രാക്ട് ചെയ്യുമെന്ന് പറയുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് ഒരു പക്ഷേ നടന്നേക്കാം, അതൊരിക്കലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കൂല. ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അവിടെ നിൽക്കൂല. പകരം എന്താ സംഭവിക്കാന്നറിയോ? അത് ആ ഒരു നിമിഷത്തേക്ക് അത്, കാരണം ആ ഒരു മൈൻഡ് സ്റ്റേറ്റ് ഉള്ളിടത്തോളം അത് ജസ്റ്റ് ഒന്ന് നിലനിന്നിട്ട് വീണ്ടും അത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ടാണ് ഈ ഒരു ഇതൊന്നും, എന്നിട്ട് വീണ്ടും അതിനേക്കാൾ വലിയ നെഗറ്റീവില്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു ഡേഞ്ചർ ആണ്. അപ്പൊ ഞാൻ അവിടെ എടുത്തു കളഞ്ഞിട്ട് ഞാൻ സറണ്ടറിങ് മോഡില് അല്ലേ, അപ്പോഴും കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിന്, അവയവത്തിന് എന്തെങ്കിലും വരുമ്പോഴും ഈ കാണുന്ന ഞാൻ അവിടെ ഉണ്ടെങ്കിലും പവർഫുൾ ആകുന്നില്ലെങ്കിൽ, എന്നെ പവർഫുൾ ആക്കിയിരുന്ന എന്തോന്ന് എന്റെ ഉള്ളിലുണ്ടെങ്കിൽ, അതിനെ നമ്മൾ അഡ്രസ് ചെയ്യാത്തിടത്തോളം അതിനൊരിക്കലും നമ്മളെ പവർഫുൾ ആക്കാൻ കഴിയൂല. ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങാന്നുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കും ചില. അതാണ് മൈൻഡ് സ്റ്റേറ്റ്, മെന്റൽ സ്റ്റേറ്റ്. അവർ കുലുങ്ങൂല. പുറമെ എന്തൊക്കെ സംഭവിച്ചാലും ആ ഒരു ഇന്റേണൽ സ്റ്റിൽനെസ്, ഇന്റേണൽ കാംനെസ്, ഇന്റേണൽ സൈലൻസ് ഉണ്ടല്ലോ, അതായിരിക്കും അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാനിഫെസ്റ്റേഷന്റെ അടുത്ത ഒരു സംഗതിയാണ് ഇന്റേണൽ സൈലൻസ് എന്ന് പറയുന്നത്. മൈൻഡിന്റെ ആ ഒരു കാംനെസ്, സ്റ്റിൽനെസ് എന്ന് പറയുന്നത്. ഒരുപാട് ചിന്തകളും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് വെറീസും കാര്യങ്ങളല്ലാതെ നമ്മൾ കുറച്ച് സമയം ഒന്ന് കാമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റണം. എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണ്, അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ സറണ്ടേർഡ് ആയിട്ട് നിങ്ങൾ അഫർമേഷൻ എഴുതി നോക്കൂ. പക്ഷെ അതില് ബുദ്ധനാണെന്ന് തോന്നില്ലേ പറഞ്ഞത്, ആഗ്രഹമാണ് എല്ലാത്തിന്റെയും, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആഗ്രഹമാണ് എന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ നമ്മളോട് മോഡേൺ മൈൻഡ് പവർ തിയറീസ് കാര്യങ്ങളൊക്കെ, ഡിസയർ, നമ്മുടെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിലും അതേപോലെ തന്നെ ഗോൾസിലും ഒക്കെ ഒന്നാമത്തെ പടിയായിട്ട് പറയുന്ന ആഗ്രഹമാണ്. ആഗ്രഹം വേണം, ഡിസയർ ആണ്, സ്വപ്നം കാണാനാണ് നമ്മുടെ APJ അബ്ദുൽ കലാം ഒക്കെ പറഞ്ഞത്. പക്ഷെ ഈ ബുദ്ധൻ പറഞ്ഞ ആഗ്രഹവും ഈ ആഗ്രഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? എന്ത് വ്യത്യാസമുള്ളത്? എല്ലാരും പോയോ? ഹലോ, തന്നെ ഉണ്ട് മാം, പറഞ്ഞോളൂ. എന്ത് വ്യത്യാസമുള്ളത് ഈ രണ്ട് ആഗ്രഹവും തമ്മിൽ? ആഗ്രഹമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുമ്പോഴും ആഗ്രഹം വേണമെന്ന് പറയുമ്പോഴും
ഡിസയർ ആൻഡ് ഗോൾ, എക്സ്പെക്ടേഷൻ. അതായത് എക്സ്പെക്ടേഷൻ തന്നെയാണ്. നമുക്ക് ഒരു സംഗതി നേടിയെടുക്കണമെങ്കിൽ, മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ആഗ്രഹം നമുക്ക് വേണം. ആ ആഗ്രഹിക്കുമ്പോഴും അത് കിട്ടിയാലേ ഞാൻ മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു മൈൻഡ് സ്റ്റേറ്റിലാണ് ഉള്ളതെങ്കിൽ അതാണ് അപകടം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ മുന്നോട്ട് പോകുന്നുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ അതെന്താണ്? എനിക്ക് കിട്ടിയേ അടങ്ങൂ എന്നുള്ള സ്ട്രോങ് ഡിസയർ ഒക്കെ നമുക്ക് വേണം. പക്ഷെ അത് എക്സ്പെക്ട് ചെയ്ത് അത് മാത്രമാണ് എല്ലാം എന്ന് വിചാരിക്കുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് മാറി. അതാണ് എല്ലാം. ഞാൻ നേടാൻ ആഗ്രഹിക്കുന്നത് എന്തോ അതാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാം. അതാണ് നമുക്കൊരു സംഗതി ഉണ്ട്, ലാ ഇലാഹ് എന്നുള്ള, അല്ലെ? അപ്പൊ നമ്മൾ അതിനെ ഇലാഹാക്കി വെക്കുന്നതിന് തുല്യാണ്. നമ്മൾ അതിനെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ നാഥൻ എന്ന് പറയാം, അല്ലെ? നമ്മുടെ നാഥൻ, അതാണ് എല്ലാത്തിനും അധിപന. അതാണ് എനിക്ക് അത് കിട്ടിയാലും ഞാൻ സന്തോഷിക്കൂ എന്ന് പറയുമ്പോ, അത് കിട്ടിയാലും ഞാൻ ഹാപ്പി ആകും എന്ന് പറയുമ്പോ അതിനെ നമ്മള്, അല്ലെ, നമ്മുടെ സെൻസിൽ പറയാണ്, നമ്മളൊരു ഇതിൽ പറയുകയാണെങ്കിൽ അതിനെ നമ്മള് ഇലാഹാക്കി വെക്കുന്നതിന് തുല്യാണ്. അതിനെ പഠിച്ചോനാക്കി വെക്കുക എന്ന് പറയും. ഒന്നിനും നമ്മൾ പഠിച്ചോനാക്കി വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ലൈഫിൽ റോൾ എടുക്കേണ്ട പഠിച്ചോന് യഥാർത്ഥ റോൾ എടുക്കാൻ പറ്റൂല. നമ്മൾ പഠിച്ചോനാക്കി വെക്കുന്നത് വേറൊരു സംഗതിയാണ്. അതുണ്ടെങ്കിലേ ഞാൻ മുന്നോട്ട് പോകൂ, അതാണ് എനിക്ക് എല്ലാം എന്ന് വിചാരിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് നമ്മുടെ ലൈഫിൽ എല്ലാം ആയിട്ട് ഒരാൾക്ക് റോൾ എടുക്കാൻ പറ്റൂല. അവിടെ എന്തെയും കഴിയില്ല. അവിടെയാണ് ബുദ്ധൻ പറഞ്ഞ ആ ആഗ്രഹമാണ് എല്ലാത്തിനും കാരണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആ ഒരു ഡിസയർ തമ്മിൽ വ്യത്യാസമുണ്ട്. ആഗ്രഹം വേണം, ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും വേണം. പക്ഷെ അതേ സമയം നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കണം. ഞാൻ ഏതോ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അറ്റാച്ച്ഡ് ആകാന്ന് പറയുമ്പോൾ, ഒരു സംഗതിയുമായിട്ട് അറ്റാച്ച്ഡ് ആവാന്ന് പറയുമ്പോൾ നമ്മളിൽ വർക്ക് ചെയ്യുന്ന എനർജി ആ വസ്തുവിന്റെ എനർജിയാണ്. ഞാൻ മണിയുമായിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ മണി ഉള്ളപ്പോൾ ഞാൻ എനർജറ്റിക് ആയിരിക്കും, മണി ഇല്ലെങ്കിൽ ഞാൻ എനർജറ്റിക് അല്ലെങ്കിൽ എന്നിൽ വർക്ക് ചെയ്യുന്ന എനർജി എന്റേതല്ല. ഓൾറെഡി എന്നിലുള്ള ആ എനർജി പാർട്ടിനെ ഞാൻ ഒന്നും അല്ലാതാക്കി കണ്ടിട്ട് മറ്റതിനെ ഞാൻ എന്നെ ഹൈലൈറ്റ് ചെയ്ത് അറ്റാച്ച്ഡ് ആകുമ്പോൾ അതവിടെ എന്താവാണ്? അതുണ്ടെങ്കിൽ മാത്രം ഞാൻ ഓക്കെ ആയിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഓക്കെ ആയിരിക്കൂല. ഞാൻ എൻ്റെ മക്കളുമായിട്ട് അറ്റാച്ച്ഡ് ആകുന്ന സമയത്ത് എൻ്റെ മക്കളിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവരവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ്? ഓക്കെ ആണ്. അവരില്ലെങ്കിൽ ഞാൻ ഓക്കെ അല്ല. അപ്പൊ എന്നിൽ വർക്ക് ചെയ്യുന്നത് എന്തായിരുന്നു? മക്കൾ എന്ന് പറഞ്ഞ എനർജിയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആ എനർജി നമ്മളെ നിയന്ത്രിക്കുകയാണ്, നമ്മളല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്. ആ എനർജി നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമ്മളെ ഡിറ്റാച്ച്ഡ് ആക്കി മാറുന്ന സമയത്ത് അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ്? ഹൈ സ്റ്റേറ്റിലാണ്. നമ്മൾ ഒന്നിനോട് അറ്റാച്ച്ഡ് അല്ലെങ്കിൽ നമ്മളുടെ എനർജിയെ ഒന്നിനും ബാധിക്കാനോ അല്ലെങ്കിൽ ഒന്നിനെയും നമ്മളെ എന്താ പറയാ നിയന്ത്രിക്കാനോ കഴിയില്ല. അപ്പൊ ആ ഒരു അറ്റാച്ച് മക്കളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കളല്ല, നിങ്ങളിലൂടെ വന്നു എന്നേ ഉള്ളൂ. നമ്മൾ അതിൽ ഒരുപാട് അറ്റാച്ച്ഡ് ആവേണ്ട കാര്യമില്ല. നമ്മൾ ഓവർലി അറ്റാച്ച്ഡ് ആകുമ്പോഴാണ്, അല്ലെങ്കിൽ അവരിലൊരു എന്താ പറയാ ഒരു ആൻസൈറ്റി സ്ട്രെസ് നമ്മൾ കൊടുക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് ഉമ്മമാരുടെ, ഇപ്പൊ ഷബാന പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ആൻസൈറ്റിയുടെ എനർജിയാണ് അങ്ങോട്ട് കിട്ടൂലേ. ആ എനർജിയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ആ ഒറ്റ മൈൻഡ് ഇല്ലേ, അല്ലെ, എന്തും വന്നോട്ടെ എന്നുള്ള ആ ഒരു ഫെയ്ത്തിലുള്ള ആ ഒരു ഒറ്റ മൈൻഡ് ഇല്ലേ, അപ്പൊ അതൊരു സറണ്ടറൻസ് ആണത്. അപ്പൊ അതിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? മാനിഫെസ്റ്റേഷൻ നടക്കുള്ളൂ. ആ ഒരു സറണ്ടറൻസിൽ ഇരിക്കുക. ഞാൻ എന്ന, അല്ലെ, ഞാൻ ഐ ആം ദ ക്രിയേറ്റർ എന്നുള്ളതിനേക്കാളും ഐ ആം ദ സീക്കർ, ഞാൻ സീക്കറാണ്, ക്രിയേറ്റ് ചെയ്യുന്ന ആള് വേറെ ഉണ്ട്. അപ്പൊ ആ സീക്കറിലേക്ക് ഞാൻ സറണ്ടേർഡ് ആയിട്ട്, ഞാനല്ല, ഞാൻ ചെയ്യുന്നതല്ല, എന്നിലൂടെ ചെയ്യപ്പെടുന്നതാണ്, അല്ലേ? പലതും എനിക്ക് പലപ്പോഴും ഈ അവയവം ഉണ്ടായിട്ടും ചിലപ്പോൾ എനിക്കിത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത് പ്രവർത്തിപ്പിക്കുന്നത് ഞാനല്ലായിരുന്നു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യുക എപ്പോഴാണ്? ഞാനാണിത് പ്രവർത്തിപ്പിക്കുന്നത് എങ്കിൽ എല്ലാ സമയത്തും എനിക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയണ്ടേ? അപ്പൊ ഞാനല്ല ഇത് പ്രവർത്തിപ്പിക്കുന്നത് എന്ന റിയലൈസേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സറണ്ടേർഡ് ആണ്. ആ ഒരു സറണ്ടറൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തില്ല, ആ ഒരു വലിയ വെയിറ്റോ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ മാറുകയാണ്. അപ്പൊ അവിടെയാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ. അവിടെയാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ഹൈ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ പോകുന്നത്. ആ ഹൈ ഫ്രീക്വൻസി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇല്ലേ, ഗോൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ
മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യം, ഉംറ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ വീടിന്റെ കാര്യം, ഇതിൽ നമ്മൾ ഇങ്ങനെ അതിൽ നമുക്ക് ഫോക്കസ് വേണം, അതിൽ ഇൻസ്പയർഡ് ആക്ഷനും കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ അതിൽ നമ്മളുടെ ഫോക്കസ് കൊടുക്കുന്ന സമയത്ത് അത് സ്ട്രെസ്സിലുള്ള, ആങ്സൈറ്റിയിലുള്ള, സംശയത്തിലുള്ള എനർജി ആണോ, ആ ഒരു ഫോക്കസ് ആണോ എന്നിൽ നിന്ന് പോകുന്നത് എന്ന് നമ്മൾ നോക്കണം. പലപ്പോഴും ഈ മാനിഫെസ്റ്റേഷൻ നടക്കണമെങ്കിൽ അത് എൻ്റെ മൈൻഡിൽ ഉണ്ട് എങ്കിൽ കൂടി ഞാൻ എന്താണ് ആ ഒരു സ്ട്രെസ്സിലോ ഒരു ആങ്സൈറ്റിയിലോ അല്ല, ഞാൻ ഓക്കെ ആണ്. ആ ഒരു സ്റ്റേറ്റിലൂടെ നമുക്കിങ്ങനെ കടന്നു പോകാൻ പറ്റുകയാണെങ്കിൽ അവിടെയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുക. ലെറ്റ് ഇറ്റ് ഗോ ആൻഡ് സെറ്റ് ഇറ്റ് ഫ്രീ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, സെറ്റ് ഇറ്റ് ഫ്രീ മോഡിൽ നമുക്ക് പോകാൻ പറ്റുമ്പോഴും ഇത് ഈ ഒരു സ്റ്റേറ്റ് ആക്സസ് ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. ഈ ഒരു സ്റ്റേറ്റ് ആക്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അതിന് നമ്മൾ കുറെ എന്താ പറയാ, അവിടെ ചിലപ്പോൾ നമ്മൾ ആ ഒരു അവിടെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പക്ഷെ മൈൻഡിനെ അല്ല, റിഫ്ലക്ഷൻ അല്ല പ്രോഗ്രാം ചെയ്യേണ്ടത്. നമ്മുടെ എന്താണ് പലപ്പോഴും ഇത് നടക്കുമോ എന്നുള്ള സംശയം, വീടൊക്കെ ആണെങ്കിൽ കിട്ടുമോ, നടക്കുമോ എന്നുള്ള സംശയം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു പാറ്റേൺ കിടപ്പുണ്ട്. ഈ വീട് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? വീട് ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം, പണം വേണം, വേണ്ടേ? നിലവിലുള്ള സാഹചര്യം വെച്ചിട്ട് എനിക്ക് ആ പണം കിട്ടുമോ, ഈ വീടുണ്ടാക്കാനുള്ള പണം ഇതിലേക്ക് വരുമോ എന്നുള്ള ആങ്സൈറ്റിയാണ് നമുക്ക് പലപ്പോഴും. ആ ആങ്സൈറ്റി ഉണ്ടാവാനുള്ള കാരണം എന്താ? ഈ ആങ്സൈറ്റി എന്തുകൊണ്ടാണ് നമുക്ക് വരുന്നത്? ഈ ആങ്സൈറ്റി എന്തുകൊണ്ട് വന്നാണ്? ഈ ആങ്സൈറ്റി പലപ്പോഴും പണമില്ലായ്മ എന്നുള്ള അവസ്ഥ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് അല്ലേ? പണമില്ലാത്ത അവസ്ഥ, പണം കിട്ടാത്ത അവസ്ഥ, പണം എളുപ്പത്തിൽ കിട്ടുന്നതല്ല എന്നുള്ള ഒരു എന്തൊക്കെയോ ഒരു എക്കോസ് നമ്മുടെ ഉള്ളിൽ കിടന്ന്, ആ എക്കോ ആണ് നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുക. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ എക്കോ കേട്ടോണ്ടിരിക്കുക നമ്മൾ. എളുപ്പത്തിൽ ആ വീട് വേണം, പക്ഷെ ഇത് എളുപ്പത്തിൽ നടക്കൂല, ഇത് എളുപ്പത്തിൽ നടക്കുന്നല്ല, പൈസ എളുപ്പത്തിൽ കിട്ടുന്നതല്ല എന്നുള്ള ഒരു എക്കോ നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രോഗ്രാം ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ, അതിന്റെ വർക്കിംഗ് ആയിട്ട് മൈൻഡിൽ ഇത് വന്നോണ്ടിരിക്കുക. എന്ന് നമ്മൾ മൈൻഡിന് കൊടുത്തോണ്ടിരിക്കുക പണം, അല്ലെ? ഐ അട്രാക്ട് മണി എന്ന് പറയുമ്പോ, പക്ഷേ ഇവിടെ കിടപ്പുണ്ട് എന്ത്? ഇറ്റ് ഇസ് നോട്ട് ഈസി ടു മേക്ക് മണി. പണം ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല എന്നുള്ള. അപ്പൊ ഇതും അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. അപ്പൊ ഇത് മാച്ച് ആവണമെങ്കിൽ അവിടെ ഇതിനെ നമ്മൾ പ്രോഗ്രാം ചെയ്യണം. നമ്മൾ ആ ഒരു ഐ അട്രാക്ട് മണി എന്നുള്ളതിനേക്കാളും, പണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളിലേക്ക് മാത്രം പോകുന്ന ഒരു എനർജി അല്ല. പണത്തിനൊരു ഫ്രീക്വൻസി ഉണ്ട്. അവിടെയും നമ്മൾ ആ ഒരു പണത്തിനെ എപ്പോഴൊക്കെയോ കണ്ട രീതികളോ ട്രീറ്റ് ചെയ്ത രീതികളോ, പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റി കഴിയുമ്പോൾ തന്നെ നമ്മളിലേക്ക് എന്താണ് ആ ഒരു സംഗതി, ആ ഒരു അട്രാക്ഷൻ നടക്കുന്നത്. നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റാന്നുള്ളതിനേക്കാളും മൈൻഡ് സ്റ്റേറ്റ് മാറ്റുന്നതാണ്. ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? ഈ സംഭവിക്കാൻ നമ്മൾ മിറക്കിൾ എന്ന് പറയാണ് അഞ്ജന മാം. ഇതിന് നമ്മൾ മിറക്കിൾ അങ്ങോട്ട് പറയാണ്. നമുക്ക് മിറക്കിളായിട്ട് തോന്നും. മിറക്കിളായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആ മൈൻഡ് സ്റ്റേറ്റിൽ മാറ്റം വരുമ്പോ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ, അല്ലേ? കാരണം ഈ പണത്തിന്റെ ഫ്രീക്വൻസി, നമ്മുടെ മൈൻഡ് സെറ്റിന്റെ ഫ്രീക്വൻസി രണ്ടും ഈ ലെവലിൽ ഇത് കൂട്ടിമുട്ടുക എന്ന് പറയുമ്പോൾ, നമ്മുടെ ഫ്രീക്വൻസി ഇങ്ങനെ താഴെ കിടക്കുകയാണെങ്കിൽ, പണത്തിന്റെ എപ്പോഴും മേലെയാണെങ്കിൽ ഇത് ഇങ്ങനെ പോവുകയുള്ളൂ. ഇതൊക്കെ ടച്ച് ചെയ്യുന്നില്ല. ഇത് ടച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ആ മൈൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ആ മൈൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നിടത്തിലേക്ക് നമ്മുടെ ആങ്സൈറ്റി, നമ്മുടെ സ്ട്രെസ്, നമ്മുടെ ആ സംശയം, ഇത് കിട്ടൂല എന്നുള്ള തോട്ട്, അല്ലേ? അതിനൊക്കെ ഒരു പക്ഷേ നമ്മൾ എന്താ ചില സമയത്ത് നമ്മൾ ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു കുറഞ്ഞ സമയത്തേക്ക് ചിലപ്പോൾ നമുക്ക് അത് കിട്ടും. പക്ഷെ അത് പെർമനന്റ് ആയിട്ട് ചിലപ്പോൾ പലപ്പോഴും അത് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു എന്താ പറയാ, അവിടെയും നമ്മൾ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക, കിട്ടി എന്നുള്ള എക്സൈറ്റ്മെന്റ്. ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാകുമ്പോഴും ഇന്റേണലി സംഭവിക്കുന്നത്, അല്ലെ, ഒരു കാമായിട്ടിരിക്കുന്ന ഒരു പോണ്ടിലൊരു കല്ലിടുന്ന പോലെ ആ ഒരു ഇന്റേണൽ ടർബുലൻസ് നമുക്ക് തന്നെ, ഇത് എനിക്ക് കിട്ടി, എനിക്ക് കിട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടേണ്ടാത്ത എന്തോ കിട്ടിയ ഒരു ഫീലിംഗാ, ഞാൻ അർഹിക്കാത്ത എന്തോ ഒന്ന് കിട്ടിയ ഫീലിംഗാ നമ്മൾ എക്സൈറ്റഡ് ആവുന്ന സമയത്ത്. അപ്പോഴും ഉള്ളിലേക്ക് പോകുന്ന ഒരു മെസ്സേജ് എന്താ? ഇതെനിക്ക് കിട്ടേണ്ടതല്ലായിരുന്നു, ഇതെനിക്ക് കിട്ടി എന്ന് പറയുമ്പോ ആ എക്സൈറ്റ്മെന്റ് പോലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ പ്രോഗ്രാംഡ് ആയി കിടക്കുന്ന ന്യൂറൽ പാത്വേനെ അവിടെ ഫിക്സ് ചെയ്യുന്നതാണ്. ആ സമയത്ത് കിട്ടി, ഇറ്റ്സ് ഓക്കെ, എന്തോ ഇതിന് കിട്ടിപ്പോയി, നെക്സ്റ്റ് ടൈം അത് കിട്ടുമെന്ന് വെച്ചാൽ കിട്ടൂല. കാരണം
ദാറ്റ് പാറ്റേൺ ഇസ് വർക്കിംഗ്. അതേസമയം ഞാൻ വളരെ കാമൻ, കിട്ടിയോ, കിട്ടി കിട്ടി, ഞാൻ അതിൽ എക്സൈറ്റ് ആവേണ്ട കാര്യമില്ല, ബിക്കോസ് ഐ ഡിസേർവ് ഇറ്റ്. ഇത് ഞാൻ അർഹിക്കുന്നതാണ്, എനിക്ക് കിട്ടേണ്ടതാണ്. ഞാൻ ആ എക്സൈറ്റ്മെന്റ് ഇല്ലാതെ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലെസ്സിങ്സിന് നമ്മൾ എക്സൈറ്റ്മെന്റ് അല്ല നമുക്ക് വേണ്ടത്. ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് മാജിക്കൽ ആയിട്ടായാലും എങ്ങനെയായാലും നമുക്കൊരു ബ്ലെസ്സിങ്സ് വരുന്ന സമയത്ത്, അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഗതി കിട്ടുന്ന സമയത്ത് എക്സൈറ്റഡ് ആവാന്ന് പറഞ്ഞാൽ വി ഹാവ് റിസീവ്ഡ് സംതിങ് വി ഡോണ്ട് ഡിസേർവ്. നമ്മൾ ഡിസേർവ് ചെയ്യാത്ത എന്തോന്ന് നമുക്ക് കിട്ടിയ ഒരു ഫീലിംഗ് ആണ് നമ്മുടെ ആ ഒരു പാറ്റേൺ ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവിടെയാണ് നമ്മൾ പിന്നെ അത് വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ചെറിയ കാര്യങ്ങളാണ്, എന്ത് കാര്യങ്ങളായാലും നമ്മളത് ആ ഒരു ഇന്റേണൽ സൈലൻസ് എന്ന് പറയും, ഇന്റേണൽ സ്റ്റിൽനെസ് എന്ന് പറയും. ആ സ്റ്റിൽനെസ് കീപ്പ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ആ മൈൻഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുന്നത്. ആ മൈൻഡ് സ്റ്റേറ്റ് ആക്സസ് ചെയ്യുമ്പോഴാണ് ഇതല്ലേ, ആ മൈൻഡ് സ്റ്റേറ്റ് മാത്രമാണ് ഞാൻ ഇന്ന് പറയുന്ന ആ ഒരു സീക്രട്ട്, മാനിഫെസ്റ്റേഷന്റെ സീക്രട്ട് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന അഫർമേഷൻസ് എഴുതലോ ഇതൊന്നും വേണ്ട എന്നല്ല, വിഷ്വലൈസേഷൻ അത് ആ സമയത്ത് സംഭവിക്കും, പക്ഷെ അത് നമ്മൾ എക്സൈറ്റഡ് ആകും, ആ രീതിയിൽ തന്നെ പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ട ആ ഒരു മൈൻഡ് സ്റ്റേറ്റ്, അതിന്റെ എക്സാമ്പിൾ ആണ്, ബെസ്റ്റ് എക്സാമ്പിൾ ശുഭനമ ആദ്യം പറഞ്ഞത്. ആ ഒരു മൈൻഡ് സ്റ്റേറ്റ് നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് മാത്രല്ല, അവിടെ ഒരു പാറ്റേണും കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടും, ഐ ഡിസേർവ് ഇറ്റ്. അപ്പൊ ഇതാണ് ഞാൻ ഡിസേർവ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്ത്, പിന്നെ ഇപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള സംഗതി സംഭവിക്കുമ്പോൾ നമ്മൾ അതിൽ എക്സൈറ്റ് ആവാണ്, ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അതും ഐ ഡിസേർവ് ഇറ്റ് എന്നാണോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അവിടെയും നമ്മുടെ മൈൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹൈ എനർജി തന്നെയാണ്, ഹൈ ഫ്രീക്വൻസി തന്നെയാണ്. അവിടെ ആ ഹൈ ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളിലേക്ക് ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അട്രാക്റ്റഡ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോ ആ ഒരു അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ ഒരു മൈൻഡ് സ്റ്റേറ്റിന് അതിനുള്ള പ്രാക്ടീസുകൾ ചെയ്യാന്ന് പറയുമ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നതിനേക്കാളും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി, ഇപ്പൊ പാരന്റിങ് കോച്ചിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലായ ഒരു സംഗതി, പാരന്റിങ് കോച്ചിങ് കഴിഞ്ഞപ്പോൾ ഈ പാറ്റേൺസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ കയറി കൂടിയത് നമുക്ക് കിട്ടിയിട്ടുള്ള, കുട്ടിക്കാലത്ത് തന്നെ കിട്ടിയിട്ടുള്ള, ഏതോ ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നിങ്ങളുടെ മക്കളെ എന്താവാനാണ്, ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, എന്താവാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനിച്ച ഉടനെ ഒരു വയസ്സൊക്കെ ആയ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ ഒരു 5 വർഷത്തേക്ക് എന്റെ കയ്യിൽ തരികയാണെങ്കിൽ ഈ 5 വർഷം കൊണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെ, ആ തലത്തിലേക്ക് ഞാൻ കുട്ടീനെ ആക്കിയെടുക്കാനുള്ള രീതിയിൽ ആ കുട്ടീനെ മാറ്റി തരാന്നുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഒരു 10 വയസ്സിന് ഉള്ളിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള പാറ്റേൺ ഉണ്ടല്ലോ, പണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉള്ളത്, ആ പാറ്റേൺ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ പാരന്റിങ് കോച്ചിങ് കഴിഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു സംഗതി, നമ്മളെ റീപാരന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾക്ക് റീപാരന്റിങ്, കാരണം നമ്മുടെ ഉള്ളിൽ എപ്പോഴും, ഞാൻ ചോദിക്കട്ടെ, എത്ര പ്രായമായാലും നമ്മളിപ്പോ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ലേഡീസ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ് വീട്ടിലേക്ക് കയറി വരിക, അല്ല നമ്മുടെ ഉപ്പ വീട്ടിലേക്ക് കയറി വരിക, ആ കയറി വരുന്ന സമയത്ത് ഒരു പാരന്റൽ കെയർ അല്ലെ, ഒരു ഫാദർ എന്തെങ്കിലും ഒന്ന് കൊണ്ടുതരുന്ന പോലെ ആ രീതിയിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ ആഗ്രഹിക്കും അല്ലേ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സ്വീറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടാനൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഇനിയിപ്പോ ഹസ്ബൻഡ്സ് ആണെങ്കിലും അല്ലെ, ഹൗ മദേഴ്സ് ട്രീറ്റഡ് ദം, ഇപ്പൊ ഫാദേഴ്സ് ആയാലോ അല്ലെങ്കിൽ ഫാദർ ട്രീറ്റ് ചെയ്ത പോലെ, അല്ലെങ്കിൽ അമ്മമാർ ട്രീറ്റ് ചെയ്യുന്ന പോലെ ട്രീറ്റ് ചെയ്യപ്പെടാൻ, അല്ലെങ്കിൽ ഒരു അമ്മയുടെ കെയർ പോലെ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഹസ്ബൻഡ്സ് ഉണ്ട്, എന്താ പറയാ, പിന്നെ മെയിൽസ് ഉണ്ട്. അപ്പൊ അതായത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എത്രത്തോളം വലുതായാലും നമുക്ക് എപ്പോഴൊക്കെയോ കിട്ടാതായി പോയ ഒരു കെയർ ആഗ്രഹിക്കുന്ന ഒരു നമ്മുടെ ഉള്ളിലുണ്ട്, ഒരു ഇന്നർ ചൈൽഡ് നമ്മുടെ ഉള്ളിലുണ്ട്, ഒരു എന്താ പറയാ, ആ ഒരു കുട്ടി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേറ്റ് ഉണ്ട്, ചൈൽഡ് സ്റ്റേറ്റ് ഉണ്ട്, പാരന്റൽ സ്റ്റേറ്റ് ഉണ്ട്, അഡൽട്ട് സ്റ്റേറ്റ് ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ പലപ്പോഴും ആ ചൈൽഡ് സ്റ്റേറ്റ് ഓൺ ആവുന്നുണ്ട്, പക്ഷെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റേറ്റിനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് ആരുമില്ല. വലിയ കുട്ടീനെ, അല്ലെങ്കിൽ ഇത്രയും പ്രായമായ 19 വയസ്സായ അല്ലെങ്കിൽ 40 വയസ്സായ ആൾ ആരെങ്കിലും ചെറിയ കുട്ടിയെ പോലെ ആരെങ്കിലും കൊണ്ടെടുക്കുമോ? ചെറിയ കുട്ടിനെ കൊണ്ടു നടക്കൂല അല്ലേ?
ഇനിയിപ്പോ നമ്മുടെ പാരന്റ്സ് ആണെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കും, നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കും, ലേഡീസ് ഒക്കെ പ്രത്യേകിച്ചും ആഗ്രഹിക്കും. നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ ജെൻസ് ഒക്കെ ആണ് ഒരുപാട് ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ റിലാക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ലേഡീസ് അധികം ആഗ്രഹിക്കുന്ന ആ ഒരു പാരന്റൽ കെയർ, ഹസ്ബൻഡ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പാരന്റൽ കെയർ കിട്ടാൻ. എന്നിട്ട് പലപ്പോഴും വലിയ സ്വപ്നങ്ങളുള്ളവരും വലിയ ആഗ്രഹങ്ങളുള്ളവരും ലൈഫിൽ ഒരു റോൾ എടുത്ത് വെക്കണമെങ്കിൽ അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാനോ ഒരു അഭിപ്രായം ചോദിക്കാനോ അവരെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ലെ ഒരു ഗൈഡൻസ് തരാനോ ആരും ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡയറക്റ്റ് പിന്നെ മെന്ററിങ് പോലെയുള്ള ഒരു സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവര് പലപ്പോഴും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി, ഇപ്പൊ എന്ത് ആക്ഷൻ എടുക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഒരു മെന്ററാണ് അവരുടെ ലൈഫിൽ വരുന്നതെങ്കിൽ, ഇപ്പൊ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, പാരന്റ് എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ പാരന്റ് മാത്രമല്ല, പലപ്പോഴും നമ്മളുടെ പാരന്റ് ആയിട്ട് ഒരു പക്ഷേ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളോട് ഒരു കമാൻഡിങ് പോലെ പറഞ്ഞിട്ടുള്ളത്, നീ പഠിച്ച് നല്ല ആളാവെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ടീച്ചർ ആണെങ്കിൽ ആ ടീച്ചറിന് അവിടെ ഒരു പാരന്റൽ റോളാണ്. അതേസമയം നീ ഒന്നും പഠിച്ചിട്ടൊന്നാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് ഒരു ടീച്ചർ ആണെങ്കിൽ ആ കുട്ടിയുടെ തലയിൽ അത് പെട്ടെന്ന് സ്റ്റോർ ആവും. പിന്നീട് എപ്പോ ബുക്ക് എടുത്ത് പഠിക്കാൻ നോക്കിയാലും ഇത് കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാകും, അല്ലേ? അപ്പൊ ഇതേപോലെയാണ്. അതൊക്കെ പലപ്പോഴും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കുട്ടിക്കാലത്തുള്ള പല കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും. അപ്പൊ ഇപ്പോഴും എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പോഴും ആ ഒരു കെയർ ആഗ്രഹിക്കുന്ന ഒരു നിങ്ങളുണ്ട്. സത്യല്ലേ? യെസ് ഓർ നോ? യെസ് മാം. യെസ് അല്ലേ? പക്ഷേ ആർക്കെങ്കിലും പോസിബിൾ ആണ് നിങ്ങളുടെ പാരന്റ്സിനോ നിങ്ങളുടെ ഹസ്ബൻഡിനോ അല്ലെ നിങ്ങളുടെ ഇനിയിപ്പോ മക്കൾക്കാണെങ്കിൽ പോലും, ചില മക്കളൊക്കെ ഉണ്ട് കേട്ടോ പാരന്റ്സിനെ മക്കളെ പോലെ കൊണ്ടെടുക്കുന്ന മക്കളൊക്കെ ഉണ്ട്, ബ്ലെസ്സിങ് ആണ്. പക്ഷെ അങ്ങനെ ഈ ഒരു ബിസി വേൾഡിൽ അങ്ങനെ കൊണ്ടു നടക്കാൻ ആർക്കും സമയമില്ല. സത്യല്ലേ? ആർക്കും സമയമില്ല. പക്ഷെ ഒരു കുഞ്ഞിനെ പോലെ അല്ലെ, ഒരു പൈതലിനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ പല സമയത്തും സങ്കടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരു പാരന്റൽ കെയർ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് നമ്മളൊക്കെ ഉള്ളിലുണ്ട്. അവിടെയാണ് ഇതിനുള്ള ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടിയുള്ള മൈൻഡ് സ്റ്റേറ്റ് നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു റീപാരന്റ് അവേഴ്സെൽസ്. നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഈ പാരന്റിങ് കോച്ച് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഓരോ സെഷൻസിലൂടെ കടന്നു പോകുമ്പോഴും കുട്ടികളെ എങ്ങനെ നോക്കാം, കുട്ടികളെ നോക്കാൻ അങ്ങനെ ചെയ്യുന്നു പറഞ്ഞപ്പോഴൊക്കെ എന്റെ ഉള്ളിൽ വന്നൊരു സംഗതി, ഈ കുട്ടികളെ നോക്കണമെങ്കിലും ഞാനൊരു മൈൻഡ് സ്റ്റേറ്റ് ആക്സസ് ചെയ്യാനുണ്ട്, അല്ലേ? ഞാനൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആക്സസ് ചെയ്യാനുണ്ട്. അത് ആക്സസ് ചെയ്ത് ഇരിക്കുമ്പോൾ മാത്രമേ എൻ്റെ എനർജി, പ്രത്യേകിച്ച് ഉമ്മയുടെ എനർജിയാണ്, മാതാപിതാക്കളുടെ എനർജിയാണ് കുട്ടികളിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ അതിന് ടിക്സും ഒക്കെ പഠിച്ചത് കൊടുക്കാൻ നോക്കുമ്പോഴും എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ ഒരിക്കലും എനിക്കിത് കുട്ടിക്ക് കൊടുക്കാൻ കഴിയൂല. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു സംഗതി, സെൽഫ് പാരന്റിങ്, നമ്മളെ പാരന്റ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ്, നമ്മളെ അല്ലെ, അതിനുവേണ്ടി ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ എന്താ പറയാ, എന്നെ പാരന്റ് ചെയ്യാനൊരു ആളും വരൂല. സെൽഫ് പാരന്റിങ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ് ഇപ്പൊ എനിക്ക് ഇങ്ങനെ നോക്കിയ സമയത്ത് കണ്ടത്. സെൽഫ് പാരന്റിങ് ചെയ്തിട്ടേ നമുക്ക് അല്ലെ, അല്ലെങ്കിലും പിന്നെ എന്താ പറയാ, എന്റെ മെന്റർ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാല്, നമുക്ക് ഒരു കാര്യം അല്ലെ ഒരാളെ ഗൈഡ് ചെയ്യണമെങ്കിൽ, നമുക്കൊരാളെ സ്വാധീനിക്കണമെങ്കിൽ, അപ്പൊ മക്കളായിക്കോട്ടെ, ഇപ്പൊ പിന്നെ എന്താ പറയാ വലിയൊരു ഓർഗനൈസേഷൻ നടത്തുന്ന ആളായിക്കോട്ടെ, തന്റെ സ്റ്റാഫുകളെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ സ്കൂൾ ടീച്ചർ, കുട്ടികളെ ആയിക്കോട്ടെ, ഒരാൾക്ക് മറ്റൊരാളുടെ മേലെ സ്വാധീനം ചെലുത്താൻ കഴിയണമെങ്കിൽ അതൊരു പാരന്റൽ റോളിൽ നിന്നുകൊണ്ടല്ലാതെ ഒരാൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും. നമ്മൾ ഫ്രണ്ട്സ് എന്നൊക്കെ പറയും, പക്ഷെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും, ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പോലും, ഒരു ഫ്രണ്ട് ഒരാളെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് ആ ഫ്രണ്ടിൽ ഒരു പാരന്റൽ ഫിഗറിനെ ഫീൽ ചെയ്യുമ്പോഴാണ്, അല്ലെ? പാരന്റ് എന്ന് പറഞ്ഞാൽ തന്നെ രക്ഷിതാവാണ്, അല്ലെ? പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്, രക്ഷിതാവാണ്. അപ്പൊ എവിടെ നമ്മൾ നോക്കിയാലും ഒരു പാരന്റൽ ഫിഗറിൽ അല്ലെങ്കിൽ പാരന്റൽ റോൾ എടുക്കുമ്പോഴാണ്, പാരന്റ് എന്ന് പറയാം പാരന്റൽ ഈഗോ സ്റ്റേറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പാരന്റ് എന്ന് പറയുമ്പോൾ ഞാനാണ് ശരി എന്നുള്ളൊരു ഈഗോ സ്റ്റേറ്റ് വരാനുണ്ട്, ആ സ്റ്റേറ്റിലല്ല. അതേസമയം ആ ഒരു പാരന്റൽ റോൾ എന്ന് പറയുന്ന അല്ലെ എന്താ പറയാ ലോകരക്ഷിതാവായിട്ടുള്ള ആ ഒരു ലോകരക്ഷിതാവിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കാരുണ്യാണ്.
ആ ഒരു സ്റ്റേറ്റിൽ, ആ കാരുണ്യം കാണിക്കേണ്ട സ്റ്റേറ്റിൽ നിന്നുകൊണ്ടല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരാളോട് കാരുണ്യം കാണിക്കാൻ കഴിയില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാരുണ്യം കാണിക്കുമ്പോഴാണ്, ഇപ്പൊ മാനിഫെസ്റ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ തന്നെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വേണ്ടത് സ്നേഹമാണ്. അപ്പൊ അതിന്റെ എനർജി നമുക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടും. നമ്മൾ കാണിക്കേണ്ടത് കാരുണ്യാണ്. ആ കാരുണ്യം കാണിക്കുമ്പോഴേ നമുക്ക് തിരിച്ച് കാരുണ്യം കിട്ടും. പക്ഷെ കാരുണ്യം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി കാണിക്കുന്ന ആള്, പരമ കാരുണ്യവാൻ എന്ന് പറയുന്നത് ഒരു രക്ഷിതാവാണ്. നമ്മൾ നമ്മുടെ രക്ഷിതാവ് എന്ന് പറയുന്ന ക്രിയേറ്ററിനെ കാരുണ്യവാനാണെങ്കിൽ, ഒരു വ്യക്തിക്ക് മറ്റൊരാളിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ, ഒരാളെ സഹായിക്കണമെങ്കിൽ അയാൾ ഏത് സ്റ്റേറ്റിൽ നിൽക്കണം, ഏത് റോൾ എടുക്കണം? ഒരു പാരന്റിന്റെ റോൾ എടുക്കണം. ആ പാരന്റിന്റെ റോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ, ആ പാരന്റ് റോൾ എടുക്കുമ്പോൾ മാത്രമാണ് മറ്റൊരാളുടെ ലൈഫിൽ നമുക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുക, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുക, അവരോട് കാരുണ്യം കാണിക്കാൻ കഴിയുക, ഫോർഗിവ്നെസ് കൊടുക്കാൻ കഴിയുക, അൺകണ്ടീഷണൽ ലവ് കൊടുക്കാൻ കഴിയുക. ഇതൊക്കെ പാരന്റ്. അപ്പൊ പാരന്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ എൻ്റെ കുട്ടിയുടെ പാരന്റ് മാത്രമല്ല, അല്ലേ? എൻ്റെ കുട്ടിയുടെ പാരന്റ് എന്നുള്ള കൺസെപ്റ്റ് മാത്രമല്ല, അത് വെറും എൻ്റെ കുട്ടിക്ക് ആവശ്യമായ ഭക്ഷണം കൊടുത്ത്, വസ്ത്രം കൊടുത്ത്, വിദ്യാഭ്യാസം കൊടുത്ത്, അതല്ല ഒരു പാരന്റൽ സ്റ്റേറ്റ്, പാരന്റൽ റോൾ എന്ന് പറഞ്ഞാൽ. ആ റോൾ എടുത്ത് ഞാൻ പ്രവർത്തിക്കുമ്പോഴാണ് എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ മാറ്റം വരുന്നത്. ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ മാറ്റം വരുമ്പോഴാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അതിന് ഞാൻ ചെയ്യേണ്ട ഒരു പാരന്റിങ് എന്ന് പറയുന്ന, എന്നെ ഞാൻ തന്നെ സെൽഫ് ലവ് എന്ന് പറയുന്നതിനേക്കാളും, ലവ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ആസ്പെക്ട് ഓഫ് പാരന്റ് ആണ്, അല്ലേ? നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നതിനേക്കാളും അതിന്റെ കൂടെ ഒരു പടി മുകളിലാണ് പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു പുതിയൊരു കോഴ്സ് ഡിസൈൻ ചെയ്തത്, സെൽഫ് പാരന്റിങ് കോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് എപ്പോഴൊക്കെയോ മിസ്സായി പോയിട്ടുള്ള ആ കെയർ, ചിലപ്പോ ആ ഒരു നിങ്ങൾ ചിലപ്പോ ഒരാളൊന്ന് അഭിനന്ദിക്കുമ്പോഴായിരിക്കും, അല്ല ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴായിരിക്കും, ഒന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴായിരിക്കും, നിങ്ങൾക്ക് എവിടെയോ മിസ്സായി പോയിട്ടുള്ള ആ സംഗതി കിട്ടുമ്പോഴായിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി കിട്ടുന്നത്, ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പൊ അതിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പാരന്റ് ചെയ്യാന്നല്ല ഒരു സംഗതി ഉണ്ട്. അതാണ് സെൽഫ് പാരന്റിങ് കോഡ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1 month ഡ്യൂറേഷൻ സെൽഫ് പാരന്റിങ് കോഡാണ് കേട്ടോ. അതിൽ ഇന്നർ ചൈൽഡ് എലമെന്റ്സ് വരുന്നുണ്ട്, അതിന്റെ ബേസിക്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ ആർക്കെങ്കിലും, നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആക്സസ് ചെയ്യാനുള്ള, സെൽഫ് ലവ് എന്നതിനേക്കാളും സെൽഫ് പാരന്റിങ്. എന്താ ചോദിക്കാൻ വന്നാരോ? അൺമ്യൂട്ട് ചെയ്തല്ലോ, ആരായിരുന്നു? അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് പിന്നെ November 10 ആണ്. കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എൻ്റെ എന്താ പറയുക, നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പൊ റെറ്റോറി എജു ഹബ് ആയാലും പിന്നെ കോൺഷ്യസ് പാരന്റിങ്ങിന്റെ ആയാലും ആ ഗ്രൂപ്പുകളിലൊക്കെ നമ്പർ കിടപ്പുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എൻക്വയറി, വേറെ എന്തെങ്കിലും സംശയങ്ങൾ കേട്ടോ, കോഴ്സിനെ കുറിച്ച് ഒറ്റക്കായിട്ട് മാത്രമല്ല, വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, എന്താ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നോ? കോണ്ടാക്ട് നമ്പർ ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും എൻക്വയറി നടത്താം, മെസ്സേജ് ചെയ്യണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, കാര്യങ്ങൾ ചോദിക്കാം. പേഴ്സണൽ ആയിട്ട് റിലേറ്റ് ചെയ്തതിന് വേറെ എന്തെങ്കിലും സംശയങ്ങളോ, ഈ മാനിഫെസ്റ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും സംശയങ്ങളോ, ഇനി അതല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കുറിച്ചാണെങ്കിലോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി വേറെ എന്തെങ്കിലും സെഷനുമായിട്ട് ബന്ധപ്പെട്ട, കഴിഞ്ഞ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്ത് പോയ സമയത്ത് യൂട്യൂബിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു, പാരന്റ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം തരണം എന്നുള്ളത്. അന്നൊരു പാരന്റിങ് സെഷൻ ആയിരുന്നു. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ററാക്ഷനോ കാര്യങ്ങളോ സംശയങ്ങളോ ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള ഒരു സമയമാണ്. നമ്മൾ ഇന്ന് കുറച്ച് സമയം അധികം ആയി പോയിട്ടുണ്ട്, ഞാൻ പറഞ്ഞ് എക്സസിന് ഇത്ര ഉണ്ടാവില്ല കേട്ടോ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ തീർക്കും. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ചോദിക്കാൻ? ചോദിച്ചോളൂ. നമ്മള് മാം EFT പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. നമ്മൾ അതില് നമ്മൾ പഠിച്ചിട്ടുള്ളത് എവറി വിക്ടറി വി വിൽ ഹാവ് ടു സെലിബ്രേറ്റ് എന്നാണ് പറഞ്ഞത്. അക്കോർഡിംഗ് ടു മാം പറയുന്നത്, ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു വിക്ടറി, ഇപ്പൊ നമുക്കൊരു മാനിഫെസ്റ്റേഷൻ നടന്ന് നമ്മൾ അതിൽ അമിതമായി സന്തോഷിക്കുമ്പോൾ അതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല. ദാറ്റ് ഈസ് ജസ്റ്റ് ഫോർ ദ ടൈം ബീയിങ്, അല്ലെ? അത് ഒരു പർട്ടിക്കുലർ തിങ് നമ്മൾ ആഗ്രഹിച്ചു, നമുക്ക് കിട്ടി, പിന്നീട് അത് നടക്കണമെന്നില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഇന്നർ കാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് മാം പറയുന്നു. അപ്പൊ അതിൽ എനിക്കൊരു കോൺട്രാഡിക്ടറി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വാട്ട് വി ഹാവ് ലേൺ ഏർലിയർ ആൻഡ് വാട്ട് വി ആർ ഗോയിങ് ത്രൂ നൗ,
അതിലിപ്പോ ഏത് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഞാൻ നിൽക്കണ്ടേന്നുള്ളത് അവർക്ക് എന്റെ ഒരു ഡൗട്ട്. സെലിബ്രേറ്റ് ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഷാനി മാം? അല്ല, മാം പറഞ്ഞത് അല്ല, ഇവരിലായിട്ട് സെലിബ്രേറ്റ് ചെയ്യണ്ടെന്നുള്ള ഒരു വേർഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, മാം സെലിബ്രേറ്റ് ഓക്കെ, ചെയ്യേണ്ടതാണ് നെക്സ്റ്റ്. പറഞ്ഞത്. ബിക്കോസ് ഹാപ്പിനെസ് നമ്മള് കാണിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ അല്ല, മാം പറയുന്നത് ബിക്കോസ് ഉം, ഒരു ഇന്നർ കാംനെസ് ഫീൽ ചെയ്യണം. ദാറ്റ് മീൻസ് ഉം. യു വിൽ ഹാവ് ടു ഹൈഡ്. ദാറ്റ് മീൻസ് നമ്മൾ നമുക്ക് ഷോ ഓഫ് ചെയ്യാൻ ഓക്കെ പാടില്ല. ദാറ്റ് മീൻസ് ഓക്കെ, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാനൊരു ഡൗട്ട് ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ അപ്പൊ ഓക്കെ നമുക്കൊരു യു ആർ കാര്യം വെൽക്കം. കിട്ടിയത് നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ നമ്മളൊരു ഓവർ എക്സൈറ്റ്മെന്റ് കാണിക്കാൻ പാടില്ല യെസ്, എന്നാണല്ലോ മാം ഐ പറഞ്ഞിട്ടുള്ളത്. യൂസ്ഡ് ദാറ്റ് അപ്പൊ വേർഡ്. എക്സൈറ്റ്മെന്റ് ആണ്. ആ എക്സൈറ്റ്മെന്റ് നമുക്ക് വേണ്ട. അല്ലെ, നമ്മൾ തന്നെ അല്ല, അത് ഒരു എനിക്കിതെങ്ങനെ കിട്ടി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് അല്ല, വേണ്ട ദാറ്റ് ഞാൻ ഈസ് ജസ്റ്റ് ആൻ പറഞ്ഞിട്ടുള്ളൂ. ഇമോഷൻ അല്ലേ? നമ്മളൊരു ഉം. ഇമോഷണൽ, എവറി ഹ്യൂമൻ ബീങ് ഈസ് എൻ ഇമോഷണൽ ഹ്യൂമൻ ബീങ് അല്ലേ? എല്ലാവർക്കും എല്ലാ ഇമോഷൻസും ഉം. ഉണ്ടല്ലോ. അപ്പൊ നമുക്കൊരു പെട്ടെന്ന് നമ്മൾ വിചാരിച്ച ഒരു കാര്യം, നമ്മളൊരു കാര്യം വിചാരിച്ചിട്ട് നമ്മൾ അതിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് അത് കിട്ടുമ്പോൾ നമുക്കൊരു വി വിൽ ഹാവ് ടു ഷോ ഓഫ് അല്ലെ? അല്ലെ, നമ്മുടെ മനസ്സിൽ നിന്ന് അറിയാണ്ട് ഓ മൈ ഗോഡ് എനിക്ക് അത് കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം, ആ ഒരു ഇമോഷൻ ഉണ്ടാവില്ലേ നമുക്ക്? ഉം. അപ്പൊ അത് കാണിക്കുമ്പോ ഇനിയും നമുക്ക് വീണ്ടും ഒരു മാനിഫെസ്റ്റേഷൻ നടക്കില്ല എന്ന് എനിക്ക് എന്തോ ഇന്നത്തെ ക്ലാസ് മൊത്തത്തിൽ ഒരു കോൺട്രാഡിക്ടറി ആയിട്ട് ഫീൽ ചെയ്ത്. എന്റെ ഇതുവരെ ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ള ഞാൻ നമ്മളെ ടാബുലറസിലെ ക്ലിയർ ചെയ്തിട്ട് എല്ലാം എഴുതി പഠിപ്പിച്ചത് അത് വീണ്ടും എനിക്ക് അത് ക്ലീൻ ചെയ്ത് ഇനി വീണ്ടും എന്തൊക്കെയോ ഞാൻ പഠിക്കാൻ എന്തോ എനിക്ക് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കൺഫ്യൂസ്ഡ് ആവാനുള്ള ഒരു സംഗതിയില്ല. നമ്മുടെ വിക്ടറീസ് സെലിബ്രേറ്റ് ചെയ്യണ്ടെന്നോ നമ്മുടെ വിക്ടറിയിൽ സന്തോഷിക്കേണ്ടെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് വേണ്ടേന്നാണ് ഷാനിമാം ചോദിച്ചത്. രണ്ടും വേണം. ഇത് വേണ്ടാന്ന് സെഷൻ റെക്കോർഡ് ഉണ്ടാവും, മാം എന്നിട്ട് കേട്ട് നോക്കിയാൽ മതി. ഇത് വേണ്ടാന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ബട്ട് വി ഹാവ് ടു കീപ് എ സ്റ്റേറ്റ് ഓഫ് കാംനെസ് ഇൻസൈഡ്. അതില് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം, ആളുകളോട് എനിക്കിത് കിട്ടിയെന്ന് പറയാം, ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, എനിക്കിത് കിട്ടിയെന്ന് കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പോലും ഒരു ഫീലിംഗ് ഓഫ് ഡൗട്ട് ഉണ്ട്. എനിക്കിത് കിട്ടിയെന്ന് പറയുന്ന സമയത്ത് ആ ഡൗട്ട്ഫുൾനെസ്സോട് കൂടിയുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് നമുക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു ഇന്റേണൽ കാംനെസ് ആണ്. അല്ല, അത് ശരിയാണ്. അത് നമുക്കത് വേണ്ട എന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് അവർ തോട്ട്സ് അല്ലെ? അത് നമ്മുടെ ഇമോഷൻ അല്ലേ അത്? ബിക്കോസ് എല്ലാ ഹ്യൂമൻ ബീയിങ്സും നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് പല കാര്യങ്ങളും കിട്ടാക്കനി കിട്ടും എന്ന് പറയുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റും അതിന്റെ ഒരു എന്താ പറയാ എക്സൈറ്റ്മെന്റ് ഇല്ലാണ്ട് ഇരിക്കില്ലല്ലോ എന്ത് സാധനം. ഇപ്പൊ ഞാനൊരു എക്സാം എഴുതി, എനിക്ക് ഔട്ട് ഓഫ് 100 കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എനിക്ക് 100 കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചാലും എന്നാലും മനസ്സിന്റെ ഉള്ളിൽ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ തെറ്റി കാണും, ഒരു 98 കിട്ടുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് 100 കിട്ടുമ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. ഓ മൈ ആ ഗോഡ് എനിക്ക് എക്സൈറ്റ്മെന്റ് 100 ഉള്ളോണ്ടാണല്ലോ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്താണ് ആളുകൾക്ക് ഇപ്പൊ നമ്മൾ ലോകത്തിൽ മൊത്തം ആളുകൾ എടുത്തു നോക്കിയാലും, ഞാൻ കോൺട്രക്ടറി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ ഉറപ്പിച്ചു പറയുന്നു, ദാറ്റ് ഇന്റേണൽ കാംനെസ് ഓൺലി ബ്രിങ് യു ഫോർവേഡ്. കാരണം എന്താണെന്നറിയോ, അതുകൊണ്ടാണല്ലോ പലർക്കും ആ ഒരു അല്ല, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കീപ്പ് ചെയ്യാൻ ഞാനിത് പറ്റാത്തതും. ഞാനത് ഇൻ ബിറ്റ്വീൻ ഞാൻ ചോദിക്കാൻ കാരണം ബിക്കോസ് നമ്മൾ അവിടെ പഠിച്ചില്ല. അല്ല, നമ്മൾ അത് എന്ത് വേണ്ടാന്ന് ഞാൻ വിക്ടറി പറയുന്നിട്ടില്ല കേട്ടോ ഷാനിമ. സെലിബ്രേഷൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് പറയേയില്ല. യു ക്യാൻ റിപ്പീറ്റ് ദ റെക്കോർഡിങ്. സെലിബ്രേഷൻ വേണ്ടാന്നേ ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ അതിൽ സന്തോഷിക്കേണ്ട എന്നുള്ളൊരു വേർഡ് പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഓവർ എക്സൈറ്റ്മെന്റ്, ഡൗട്ടാണ് അത്. ഓവർ എക്സൈറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഡൗട്ടാണ്. ആ ഡൗട്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് പാറ്റേൺ ഇസ് റിപ്പീറ്റിംഗ്. മനസ്സിലായോ ഷാനിമ? ഇതിൽ കോൺട്രക്ടറി ആവേണ്ട ഒരു കാര്യമില്ല. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം, നമുക്കത് ആഘോഷിക്കാം, നമുക്കത് ആളുകളോട് പറയാം, നമുക്കത് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാം. പക്ഷെ ആ സെലിബ്രേഷന്റെ ഉള്ളിൽ എനിക്കിത് കിട്ടി, എനിക്കിത് കിട്ടി, എനിക്കിത് കിട്ടി, എന്താപ്പോ എനിക്കിത് കിട്ടാൻ, എനിക്ക് ഐ ഡിസേർവ് ഇറ്റ്, എനിക്കിത് കിട്ടി, ദാറ്റ് ഫീലിംഗും എനിക്കോ ഇതോ രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് ഡൗട്ടാണ്, ഞാനൊന്ന് പറയട്ടെ മാം. ഒന്ന് കോൺഫിഡന്റ് ആണ്. പറഞ്ഞോളൂ ഹസ്ന, പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നു മാം, ഇപ്പൊ നമുക്ക് പിന്നെ അവർക്ക് ഡൗട്ട് ഉണ്ടാവാനുള്ള കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ഹീൽ ചെയ്ത് പൂർണ്ണമായും ഹീലിംഗ് ആവശ്യമുള്ള ഒരു വ്യക്തിക്ക് ഈ ഹീലിംഗ് നടക്കുമ്പോഴാണ് ആ ഇന്റേണൽ കാംനെസ് എന്താന്ന് എൻജോയ് ചെയ്യാൻ പറ്റുക. അത് നമുക്ക് പലപ്പോഴും അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർക്ക് ആ ഡൗട്ട് ഉള്ളത്. അതിനാണ് നമ്മൾ ഇതുപോലുള്ള കോഴ്സുകൾ കഴിയുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് ആ എക്സൈറ്റ്മെന്റ് എന്താന്നുള്ളതും പിന്നെ അവർക്കുള്ളൊരു മറുപടി ആയിട്ട് പറയണേ. അപ്പൊ നമുക്ക് റസിന മാം പറഞ്ഞത് ഒന്നും കൂടി നമുക്ക് മനസ്സിലാവും. കാരണം ഇപ്പൊ നമ്മളൊരു ജനറൽ ക്ലാസ് ആയിട്ട് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ഷാനിമാമിന് നമുക്ക് അറിയാം. ഷാനിമാമ് പറഞ്ഞോളൂ ഹസ്ന.
നമുക്കത് ഫീൽ ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ട് തോന്നാണ്. ഇപ്പൊ ഇതുപോലുള്ള ഹീലിംഗിലൂടെ നമ്മൾ പൂർണ്ണമായിട്ടും കടന്നു പോകുന്ന സമയത്ത് ആ ഇന്റേണൽ കാംനെസ് ഉള്ള വ്യക്തികൾക്ക് പലപ്പോഴും ഇതുപോലെയുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. പക്ഷെ ഓൾക്ക് എൻജോയ്മെന്റും ഇതേപോലെ ഹാപ്പിനെസ്സും പിന്നെ ഒക്കെ ഉണ്ടാവും. അത് വേറൊരു ഫീലിംഗ് ആയിരിക്കും അല്ലെ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇവിടെ വേറൊരു സംഗതി കൂടി കേട്ടോ, ഹസ്നയോടും എല്ലാവരും കൂടി ഞാൻ പറയാണ്. ഇനിയിപ്പോ നമുക്ക് കിട്ടി, സോറി നമ്മൾ ആഗ്രഹിച്ചു, ഇപ്പൊ എക്സാമിന്റെ കാര്യമായാലും അല്ലെ, അത് നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് കിട്ടിയില്ല. അപ്പോഴും ഇപ്പൊ ഹസ്ന പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അത് പറ്റും. അത് നമുക്ക് സെറ്റ് ഫ്രീ ചെയ്യാനും അത് പറ്റുന്നില്ല. ഷാനിമ പറഞ്ഞ പോലെ ആ ഹ്യൂമൻ ബീയിങ് നമുക്കത് പറ്റുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതിലേക്ക് എത്താൻ കുറച്ച് പണിയാണ്. ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആക്സസ് ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ നമുക്ക് ആ രീതിയിൽ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആക്സസ് ചെയ്യാന്നുള്ളതാണ്. ഇന്റേണൽ സൈലൻസ്, ഞാൻ കഴിഞ്ഞ സെഷനിലും പറഞ്ഞിട്ടുണ്ട്, ഇന്റേണൽ സൈലൻസ് ക്യാൻ മൂവ് ദ വേൾഡ് അറൗണ്ട് എന്നാ. നമുക്ക് ആ ഒരു ഇന്റേണൽ സൈലൻസിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മൊത്തം ലോകത്തെ അല്ലെ നമുക്ക് മറച്ചിടാൻ പറ്റുന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിലേക്ക് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് പറ്റും. അത് ഇന്റേണൽ സൈലൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇന്റേണൽ കാംനെസ് തന്നെയാണ്. അവിടെ സെലിബ്രേഷൻ ഉണ്ടോ, സന്തോഷം ഉണ്ടോ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഓക്കെ നമുക്കത് ഇവിടെ ഒരിക്കലും ഷാനിമ കോൺട്രക്ടറി ആവേണ്ട കാര്യമല്ല. ആ ഓവർ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫ്രം ഡൗട്ട് ആണ്. ഡൗട്ട് വിൽ നെവർ ബ്രിങ് യു ഫോർവേഡ്. ഇല്ല മാം, ഞാൻ ജസ്റ്റ് അവിടെയും ഇവിടെയായിട്ടൊന്ന് കണക്ഷൻ ഞാൻ മാത്രം ചോദിച്ചുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ചോദിച്ചൊന്നും മാത്രം. ഇതിൽ കോൺട്രക്ടറി ഒന്നുമില്ല, അങ്ങനെ ഇതാണ് അത് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ എന്തായാലും ഒരു പ്രാവശ്യം കൂടി ക്ലാസ് കേൾക്കുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്ത് ഞാൻ റെക്കോർഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. താങ്ക് യു ഷാനിമ ഫോർ ഷെയറിങ് ആൻഡ് താങ്ക് യു ഹസ്ന. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? അപ്പൊ നമ്മുടെ റീപാരന്റിങ് സെൽഫ് പാരന്റിങ് കോഡിലേക്ക് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഒന്ന് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ ഇതുമായിട്ട് സെഷനുമായിട്ട്? പിന്നെ സുബൈറ എന്താണ് പറയാനുള്ളത്? ഒരു 2 വാക്ക് പറയാവോ? എന്ത് ക്ലാരിറ്റിയാ കിട്ടിയിട്ട്, എന്ത് കണക്ഷനാ കിട്ടിയിട്ടുള്ളത് പറ്റുകയാണെങ്കിൽ കേട്ടോ, ഇഫ് യു ആർ ഏബിൾ ടു സ്പീക്ക്. ഇനി അതല്ല വേറെ കൗലത്ത് എന്തെങ്കിലും പറയാൻ നോക്കിയിട്ടുണ്ടായിരുന്നോ? കൗലത്ത് മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇനി ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഷാനിമ തീർച്ചയായിട്ടും സംശയം ചോദിച്ചത് ബാക്കിയുള്ളവർക്ക് കൂടെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. റെക്കോർഡ് എന്തായാലും വാച്ച് ചെയ്യാം. താങ്ക് യു ഷാനിമ, താങ്ക് യു ഓൾ, താങ്ക് യു ഹസ്ന, താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്ത് ഇത്രയും സമയം നിന്നതിന് ഇനി ഒരിക്കലും ഞാൻ ഇത്രയും ലേറ്റ് ആക്കില്ല കേട്ടോ. നമുക്ക് സാറ്റർഡേസിൽ സെഷൻസ് വരും. ഒരു ഹാഫ് ആൻ അവർ മാക്സിമം പോയാൽ ഒരു 45 മിനിറ്റ്സിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്ന രീതിയിൽ സെഷൻസ് കണ്ടക്ട് ചെയ്യാം വിത്ത് യുവർ പെർമിഷൻ ആൻഡ് വിത്ത് യുവർ സപ്പോർട്ട്. അപ്പൊ എല്ലാവരും ഉണ്ടാവണം. ഫാത്തിമ, റേസ ഫസ്റ്റ് ടൈം വന്നവരും റിപ്പീറ്റ് ചെയ്ത് വരുന്നവർക്കൊക്കെ താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അപ്പോൾ റെക്കോർഡ് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൂടെ എന്തെങ്കിലും കോൺട്രക്ടറി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാം, ചോദിക്കാം. റെക്കോർഡ് വീണ്ടും കാണാൻ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. താങ്ക് യു.